ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ദിവസം ജൂൺ മാസത്തിന്റെ തുടക്കമാണ്. അപ്പൊ ഈ ജൂൺ മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രഹ്മകുമാരീസ് വിദ്യാലയ വളരെ സ്പെഷ്യലായ മാസമാണ്. ബിക്കോസ് 24 ജൂൺ നമ്മളെല്ലാവരും മമ്മേന്റെ സ്മൃതി ദിവസമാണ്. 24 ജൂൺ. അപ്പം നമ്മുടെ ആത്മീയ പ്രസ്ഥാനത്തിൽ ഇത് വളരെ ഒരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു മാസമാണ്. ഇപ്പൊ മൊത്തം ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിൽ ഈ ഒരു മാസം വിശേഷമായ അമ്മേന്റെ ഓർമ്മ മാസം മാത്രമല്ല, അത് നമ്മൾ വിശേഷമായ പുരുഷാർത്ഥം ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളൊരു വിശേഷമായ ഒരു സങ്കല്പം എടുക്കണം. റൈറ്റ്? ബാബ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സമ്പന്ന ഓർ സമ്പൂർണ്ണ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പെർസെൻറ്റേജ് നമ്മൾ എത്തിയിട്ടുണ്ട്, ഇനി മുന്നോട്ട് എന്ത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു മാസത്തിൽ ഇന്ന് മുതൽ 24 ജൂൺ വരെ നമുക്കൊരു 10-25 ദിവസമുണ്ട്. ഏതെങ്കിലും ഒരു പുരുഷാർത്ഥം, അത് വളരെ ചെറുതാവാണെങ്കിലും, അതിനാണ് നമ്മൾ മൈക്രോ ചേഞ്ച് എന്ന് പറഞ്ഞത്. മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഏതെങ്കിലും ഒരു സങ്കല്പം, അത് വലിയ കാര്യമാവാൻ ആവണമെന്നില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിന് സങ്കല്പം എടുക്കണം. വി ഷുഡ് ടേക്ക് എ ഫേം ഡിറ്റർമിനേഷൻ, ഒരു പ്ലെഡ്ജ്. നമുക്ക് നമ്മുടെ പുരുഷാർത്ഥത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് നമുക്കൊരു മാറ്റം വരേണ്ടത്. ഓക്കെ, സപ്പോസ് നമ്മുടെ അമൃത് വേല എണീക്കുന്നില്ല, അപ്പൊ നമ്മളൊരു ഡിസൈഡ് ചെയ്യണം, ഈ ഒരു മാസം എന്ത് വന്നാലും ശരി, 24 ജൂൺ അമ്മന്റെ ദിവസം, മമ്മേന്റെ ദിവസം, നമ്മൾ എല്ലാ ദിവസം അമൃത് വേല എണീച്ച് ഒരു ലക്ഷ്യം വെക്കണം. ഇറ്റ് കുഡ് ബി എ വെരി സിമ്പിൾ വൺ. രണ്ടാമത്തെ കുറെ പേര് എല്ലാ ദിവസവും എണീക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഒരു ലക്ഷ്യം വെക്കുക, നമ്മുടെ അമൃത് വേലന്റെ ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റി ആവണം. റൈറ്റ്? അപ്പൊ നമ്മൾ ഒരു ചേഞ്ചസ് വരുന്ന ഒന്നെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആവാം, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആവാം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 24 ദിവസം നമ്മൾ എല്ലാ ദിവസം എണീച്ചിട്ടുണ്ടോ, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, എണീച്ചിട്ടുണ്ടോ ഇല്ലോ, യെസ് നോ. രണ്ടാമത്തെ കാര്യം, 24 ദിവസം നമ്മൾ എണീച്ചിട്ടുണ്ട്, പക്ഷെ വാട്ട് വാസ് മൈ ക്വാളിറ്റി ഓഫ് അമൃത് വേല? എണീച്ചു, ശാന്തി. എണീക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ പവർഫുൾ ആയിട്ട്, വളരെ അലേർട്ട് ആയിട്ട്, വളരെ ആക്റ്റീവ് ആയിട്ട്, വളരെ സന്തോഷത്തോട് നമ്മൾ അമൃത് വേല ചെയ്തിട്ടുണ്ടോ? ദാറ്റ് ഈസ് കോൾഡ് എസ് ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ്. ക്വാളിറ്റിയാണ് നോക്കുന്നത്. അതൊരു മെഷർമെന്റ് ആവാം, പിന്നെ വേറെ എന്തെങ്കിലും മെഷർമെന്റ് ആവാം. നമ്മുടെ പുരുഷാർത്ഥം നോക്കാം. 24 ദിവസം നമ്മൾ എന്ത് വന്നാലും ശരി, ശാന്ത സ്വരൂപം, പ്രേമ സ്വരൂപം, നോ ക്രോധ സ്വരൂപം. ജ്ഞാനദീപത്തിനെ കുട്ടി ക്രോധമൊന്നും വരാറില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. എന്ത് വന്നാലും ശരി ഇറിറ്റേറ്റ് ആവില്ല, എന്ത് വന്നാലും ശരി റിയാക്ഷൻ ആവില്ല. അതും ഒരു മെഷർമെന്റ് ആവാം. ബിക്കോസ് നമ്മുടെ വീട്ടിന്റെ അകത്ത് നമ്മൾ എന്ത് ഡിസ്റ്റർബൻസ് ആയാൽ ആ ഡിസ്റ്റർബൻസ് വാസ്തുവിനെ ഡിസ്റ്റർബ് ചെയ്യും. ഇപ്പം പല കുറേ ആൾക്കാർ ഇപ്പം നമ്മളെ, അത് വളരെ കറക്റ്റുമാണ്. വീട്ടില് രോഗം വരുന്നുണ്ട്, വീട്ടില് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, ബിസിനസ് നടക്കുന്നില്ല, വീട് പണി പൂർത്തിയാവുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും. ദർ ആർ സോ മെനി ചാലഞ്ചസ്. അപ്പൊ ഈ മൊത്തം ചാലഞ്ചസിന് വേണ്ടിയിട്ട് സാധാരണ ആൾക്കാർ പറയുന്നത്, നിങ്ങളുടെ വീടിന്റെ വാസ്തു കറക്റ്റ് അല്ല, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്, അങ്ങോട്ടായി. റൈറ്റ്? പിന്നെ അതെന്തുകൊണ്ടാണ് വാസ്തു ഡിസ്റ്റർബൻസ് എന്തുകൊണ്ടാവുന്നത്? ബിക്കോസ് നിങ്ങളുടെ ആ ഗ്രഹം ശരിയായില്ല, ഇതില്ല. ഒന്നെങ്കിൽ വാസ്തു അല്ലെങ്കിൽ അസ്ട്രോളജി. ഇത് രണ്ടും സയൻസ് ആണ്. വാസ്തു ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സയൻസ്, നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. അസ്ട്രോളജി ജ്യോതിഷ ശാസ്ത്രമാണ്, അത് സയൻസ് ആണ്. കറക്റ്റ്? അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി ജന്മം എടുത്തു, അപ്പം ആ സമയത്ത് അവരുടെ ഗ്രഹങ്ങളുടെ ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ വെച്ചിട്ടാണ് ആ കുട്ടീന്റെ ഭാഗ്യം വരുന്നത്. റൈറ്റ്? അപ്പൊ നമ്മുടെ ലോകത്തിൽ വളരെ വളരെ ഫേമസ് ഉള്ള ആൾക്കാരാണ്. ഡോക്ടർ കലാം സർ, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ, അമിതാഭ് ബച്ചൻ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ ഫിലിം ആക്ടേഴ്സ്, അവരൊക്കെ വളരെ പ്രസിദ്ധമാണ്.
എല്ലാം കൂടി അവർക്ക് ഈ ലൈഫിലുണ്ട്. നല്ല ആരോഗ്യമുണ്ട്, വളരെ ധനമുണ്ട്, വളരെ പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരത് രത്ന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ജന്മം എടുക്കുന്ന സമയത്ത് അവന്റെ അസ്ട്രോളജി ഉണ്ട്, ഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ആ ഒരു സെക്കൻഡില് മൊത്തം ലോകത്തിൽ എത്ര പേര് ജനിച്ചിട്ടുണ്ടാവും? അപ്പൊ എല്ലാവർക്കും ഭാരത് രത്ന കിട്ടണമായിരുന്നല്ലോ. ഗ്രഹങ്ങൾ അതേമാതിരി സെയിം സെക്കൻഡ് രാഹു ആയാലും ശരി, കേതു ആയാലും ശരി, എല്ലാം വളരെ കറക്റ്റ് പൊസിഷനാണ്. അപ്പൊ ആ ഒരു സെക്കൻഡിൽ മൊത്തം ലോകത്തിൽ എത്ര പേരാ ജനിക്കുന്നത്? ആ സെക്കൻഡ് എല്ലാവരും ഭയങ്കര ഫേമസ് ആവണല്ലോ, ആവുന്നില്ല. എന്തുകൊണ്ട്? വൈ? എന്തെങ്കിലും ഉത്തരം പറ രമേഷ് ഭായി. വൈ? ശിലവൻ, ഗ്രഹങ്ങളൊക്കെ അതേ സിറ്റുവേഷൻ ആണ്, ഒരു മാറ്റമില്ല, സെയിം പൊസിഷൻ, സ്വന്തം എഫേർട്ട്. ഓക്കെ, പക്ഷെ ഭാഗ്യം വെച്ചിട്ട് ഈ ഗ്രഹങ്ങളെ വെച്ചിട്ടാണ് ഇവര് ഭാരത് രത്നം ക്രിക്കറ്റർ ആവണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒക്കെ ഭാരത് രത്നം വിട്, ക്രിക്കറ്റർ വിട്, അറ്റ്ലീസ്റ്റ് നല്ല ഒരുവിധം ഹെൽത്തും വെൽത്തും കിട്ടണം സച്ചിന്റെ മാതിരി. ഒരു 10% അതുമില്ല. ദാറ്റ് ഈസ് ആൻസർ. ഈ ഗ്രഹങ്ങൾ മാത്രല്ല, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആത്മാവും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മെമ്മറീസ് ആണ്. കഴിഞ്ഞ പല ജന്മങ്ങളുടെ മെമ്മറീസ് എടുത്തിട്ടാണ് ആത്മാവ് ആ സമയത്ത് ജനിക്കുന്നത്. ഇറ്റ് ഈസ് മൈൻഡ് ഓവർ മാറ്റർ. നമ്മൾ മനസ്സിൽ എന്താണ് സങ്കല്പം ചെയ്യുന്നത്, ആ സങ്കല്പമാണ് വളരെ സ്ട്രോങ്, അത് എനർജിയാണ്, ഊർജയാണ്. അപ്പൊ മൊത്തം വാസ്തു ആയാലും ശരി, അസ്ട്രോളജി ആയാലും ശരി, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എനർജി, ഊർജ. എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിന് നല്ല വാസ്തു ആയിരിക്കണം? അവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. വെരി ഗുഡ്, നല്ല നാട്ടുകാരെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇന്ന് പോയിട്ട് ബാത്റൂം എടുത്തിട്ട് അവിടെ മാറ്റുക, അവിടെ കിച്ചൺ എടുത്തിട്ട് ഇവിടെ മാറ്റുക, ഇത് മറ്റേ സ്റ്റോർ റൂം അവിടെ മാറ്റുക. അത് ചെയ്യുന്ന തീരെ ഒരു സൊല്യൂഷൻ അല്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇന്ന് മുതല് 24 ദിവസം എല്ലാ ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കണം. വി ഷുഡ് ഗെറ്റ് അപ്പ് അറ്റ് അമൃത് വേല, ബ്രഹ്മ മുഹൂർത്തം. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഹൗ ടു റിപ്പയർ വാസ്തു ദോഷം, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അത് ജസ്റ്റ് അവിടെ ലാംഗ്വേജ് ഉണ്ടാവും, ആ ലാംഗ്വേജിൽ മലയാളം ഇട്ടാൽ മതി. കുറേ കാര്യങ്ങൾ പറയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വായിച്ച് നോക്കണം. വീട്ടിന്റെ വാസ്തു ദോഷം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാ ശരിയാക്കുക? അപ്പൊ എന്താ പറയാ? അവരെല്ലാം പറയുന്നത് എന്തായിരിക്കും? ആരും പറയുന്നില്ല അത് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കണം. ദാറ്റ് ഇസ് ദ ലാസ്റ്റ് റിസോർട്ട്. ഒരു വാസ്തു എക്സ്പേർട്ടും അത് പൊട്ടിക്കണമെന്ന് ലാസ്റ്റിൽ മാത്രമേ പറയുള്ളൂ, യാതൊരു രക്ഷയില്ലെങ്കിൽ. ബിക്കോസ് അത് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ ഗൂഗിൾ ആയാലും ശരി, എല്ലാവരും പറയുന്നത് ആ വീട്ടിന്റെ ഊർജ കറക്റ്റ് ആക്കണം. ഊർജ, എനർജി ഷുഡ് ബി റെക്ടിഫൈഡ്. എനർജി എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ഗൂഗിളും വിക്കിപീഡിയയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്ന ഊർജ നന്നാക്കാൻ വേണ്ടി എല്ലാ ദിവസം അടിച്ചു വാരുക, തുടക്കുക, ക്ലെൻലിനെസ് വെക്കണം, കിച്ചൺ ക്ലീൻ ആയിരിക്കണം, പൂജ റൂം ക്ലീൻ ആയിരിക്കണം, വീട്ടിന്റെ അകത്ത് കബോർഡിൽ കുറെ സാധനം ഇങ്ങനെ ജസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. They all speak about cleanliness, swachhata, right? Cleanliness is very very important. പക്ഷേ ഈ ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ ബാഹ്യ ക്ലെൻലിനെസ് മാത്രമല്ല, ആന്തരികമായ ക്ലെൻലിനെസ്. ഇന്റേണൽ ക്ലെൻലിനെസ് ഇസ് വാട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബാബ നമ്മളെ പഠിപ്പിക്കുന്ന ഇന്റേണൽ ക്ലെൻലിനെസ് ആണ്, സ്വച്ഛത. വീട്ടിൽ ഭയങ്കര നീറ്റ് ക്ലീൻ പെയിന്റിംഗ് ഒക്കെ വളരെ കറക്റ്റ് ആണ്. പക്ഷെ അവിടെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ എപ്പം ഡിഷുമാണ്. ക്ലെൻലിനെസ് ഉണ്ടോ? വാസ്തു ശരിയാവോ? ഒരു 10 ബാത്റൂം ശരിയാക്കിയാലും ശരി, 10 കിച്ചൺ ആക്കിയാലും ശരി, 10 മെഡിറ്റേഷൻ റൂം ആക്കിയാലും അത് നന്നാവാൻ പോകുന്നില്ല. ബാബ ഇന്നും ബാബ മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് പ്യൂരിറ്റി, പവിത്രത. പവിത്രത എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ക്ലെൻലിനെസ് മാത്രമല്ല, നമ്മുടെ ദൃഷ്ടി, വൃത്തി. ഇന്ന് ബാബ പറഞ്ഞിട്ടുണ്ട് സംബന്ധ സമ്പർക്ക്. അപ്പൊ നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണ് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, അതാണ് ഊർജ. ആ ഊർജയാണ് ഈ പ്രകൃതി, വീടിന്റെ പ്രകൃതി,
ഒന്നുകിൽ നന്നാക്കുന്നത് അല്ലെങ്കിൽ ആ പ്രകൃതി ഡിസ്റ്റർബ് ആക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. 1 ജൂൺ ഇന്ന് മുതൽ 24 ദിവസം വരെ, മമ്മേന്റെ ദിവസം വരെ നമുക്കൊരു ദൃഢസങ്കല്പം വെക്കാം. എന്ത് വന്നാലും ശരി, ക്യാൻ വി ബി പീസ്ഫുൾ, ക്യാൻ വി ബി ലവ്ഫുൾ, ക്യാൻ വി ബി ജോയ്ഫുൾ, ക്യാൻ വി ബി പവർഫുൾ, ക്യാൻ വി ബി ബ്ലിസ്ഫുൾ. അത് നമ്മൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വാസ്തു വളരെ ക്ലീൻ, വളരെ നീറ്റ് ആവും. എനിക്ക് ഓർമ്മയുണ്ട്, ബോംബെയിലെ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ ട്രെയിനിങ് വേണ്ടിയിട്ട് പോയി. അപ്പൊ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ട്രെയിനിങ്ങിന് ആക്ച്വലി നമ്മളൊക്കെ പോകുന്നത് എപ്പം മെഡിറ്റേഷന്റെ പറ്റി കാര്യങ്ങൾ പറയും. അപ്പം എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിരുന്നു, അവരെല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആരോ എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചു. അപ്പൊ അവര് ചോദിച്ചു, ഈ നമ്മൾ നല്ല മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ ഇൻഡസ്ട്രീനെ വളരെ കൂടുതൽ പ്രോഗ്രസ് നടക്കുമോ, പുരോഗതി ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു ഷുവറായിട്ട് ചെയ്യാവാം. അപ്പൊ ഇവിടെ ഇൻഡസ്ട്രിയിൽ നമുക്കൊരു മെഡിറ്റേഷൻ റൂം വെക്കാൻ പറ്റുമോ? നമ്മൾ ഷുവറായിട്ട് വെക്കാം. യു ഷുഡ് ഹാവ് എ മെഡിറ്റേഷൻ റൂം. വീട്ടിൽ മാത്രമല്ല, ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മെഡിറ്റേഷൻ റൂം വെക്കണം. ഞാൻ 2-3 മാസം മുമ്പ് ബോംബെന്റെ എലൈറ്റ് ഫോഴ്സ് 1 കമാൻഡോ യൂണിറ്റ്, അവിടെ ഞാൻ പോയായിരുന്നു. ഫോഴ്സ് 1 കമാൻഡോ യൂണിറ്റ്. അപ്പൊ ഈ കമാൻഡോ ഫോഴ്സ് സെൻട്രൽ ഗവൺമെന്റ് കമാൻഡോ ഫോഴ്സ് NSG എന്ന് പറയും, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്. ആ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് എവിടെയെങ്കിലും എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് ആണ് അയക്കുന്നത്. 26/11 ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ടെററിസ്റ്റ് കുറെ ബോംബെയിലും കുറെ സ്ഥലത്ത് ബോംബൊക്കെ വെച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും അവന്റെ ആയ സ്റ്റേറ്റ് കമാൻഡോ ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ബോംബെന്റെ വളരെ ഫേമസ് ആയ, മഹാരാഷ്ട്രന്റെ വളരെ ഫേമസ് ആയാണ് ഫോഴ്സ് 1 കമാൻഡോ യൂണിറ്റ്. അപ്പൊ അവിടുത്തെ DYSP ബാബിന് നല്ല കുട്ടിയാണ്, ഗജാനൻ ഭായി. അപ്പൊ അവരെ നമ്മൾ അവിടത്തേക്ക് വിളിച്ചു. അപ്പൊ അവിടെ ക്ലാസ്സും ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു, സ്വാമിനാഥൻ, കഴിഞ്ഞ പ്രാവശ്യത്തെ റൈറ്റ് നമ്മൾ എല്ലാ സ്റ്റേറ്റ് യൂണിറ്റിന്റെ കമാൻഡോ ഫോഴ്സിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും ഡൽഹിയിൽ. അപ്പൊ അവിടെ NSG പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഈ പ്രാവശ്യത്തെ നമ്മുടെ സ്റ്റേറ്റ് ഫോഴ്സ് കമാൻഡോ യൂണിറ്റില് എല്ലാ കമാൻഡോ കോമ്പറ്റീഷനില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഫോഴ്സ് 1 കമാൻഡോ യൂണിറ്റ് ബോംബെ പോലീസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? അവര് പറയുന്നതല്ല, സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ ഇവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് കിട്ടിയ സ്പെഷ്യൽ ട്രെയിനിങ് എന്താണ്? ഇന്ന് ബാബ മുരളിയിൽ പറഞ്ഞ കാര്യം, ഡബിൾ ലൈറ്റ് ബന്ന, ഡബിൾ ലൈറ്റ് രഹന. എത്ര കൂടുതൽ നമ്മുടെ മനസ്സിൽ ലൈറ്റ്നെസ് കൊണ്ടുവരുന്നത് അത്ര കൂടുതൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റാമിന നിങ്ങളുടെ കൂടും. ലൈറ്റ്നെസ്, മനസ്സ് എത്ര ലൈറ്റ് ആവുന്ന അത്ര കൂടുതൽ കോൺസെൻട്രേഷൻ. ഇപ്പൊ ഗജാനൻ ഭായ് അവിടുത്തെ DYSP ഫോഴ്സ് 1 കമാൻഡോ യൂണിറ്റ് ഇൻചാർജ് ആണ്. അവര് വന്നിട്ട് പറയുന്നത്, ഞാൻ എന്റെ ട്രെയിനേഴ്സ് എപ്പം പറയുന്നത്, ഈ ഫിസിക്കൽ കമ്പാക്ട് മാത്രമല്ല, നിങ്ങളുടെ മനസ്സ് എത്ര ലൈറ്റ് ആവുന്ന അത്ര കൂടുതൽ ഫിസിക്കൽ സ്റ്റാമിന കൂടും. ഇപ്പൊ സ്പോർട്സ് സൈക്കോളജിയിൽ പഠിപ്പിക്കുന്ന ഇത് കാര്യമാണ്. ഇപ്പൊ സ്പോർട്സ് സൈക്കോളജിയിൽ എന്താ പഠിക്കുന്നത്? സപ്പോസ് യു ഹാവ് ടു പിക്ക് അപ്പ് ദ ലിഫ്റ്റ്, റൈറ്റ്? 10 kg എടുക്കുക, 20 kg എടുക്കുക, 40 kg എടുക്കുക, 50 kg എടുക്കുക, എടുത്തിട്ട് മുകളിലോട്ടേക്ക് കൊണ്ടുപോകണം. ഇത് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. ഒന്ന് ഫിസിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫിസിക്കലിന്റെ ഒരു സ്റ്റാമിന ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഹാർഡ്വെയർ തളർന്നു പോകും. പക്ഷേ നിങ്ങളുടെ അതിന്റെ മെന്റൽ ട്രെയിനിങ് എന്താണ് ചെയ്യേണ്ടത്? മെന്റൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ എക്സസൈസ് ചെയ്യുന്ന മുമ്പ് ഒരു സെക്കൻഡ് നിങ്ങൾ ഫീൽ ചെയ്യണം, മനസ്സ് ഫീൽ ചെയ്യണം, ഞാൻ ഈ ശരീരം വളരെ ലൈറ്റ് ആണ്. ഈ സ്പോർട്സ് പേഴ്സണിലേക്ക് ഈ ഫരിഷ്ത സ്വരൂപം ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ അവർ പറയേണ്ടത്, യു ഫീൽ ദറ്റ് യുവർ ബോഡി ഈസ് ആസ് ലൈറ്റ് ആസ് കോട്ടൺ. നിങ്ങളുടെ ശരീരം വളരെ ലൈറ്റ് ആണ്. എത്ര കൂടുതൽ നിങ്ങളുടെ മനസ്സിന് ലൈറ്റ്നെസ് കൊണ്ടുവരുന്ന അത്ര കൂടുതൽ ഫിസിക്കൽ ബോഡിക്ക് അത്ര കൂടുതൽ ശക്തിയായിരിക്കും. റൈറ്റ്? ഇറ്റ് വിൽ ബിക്കം സോ പവർഫുൾ. ഇപ്പൊ നിങ്ങൾ മാരത്തൺ റണ്ണിങ് ആണെന്ന് വിചാരിച്ചോ, റൈറ്റ്? 42 kilometers ഓടണം. ആരാണ് ഫസ്റ്റ് എത്തുന്നത്? ഓടുന്നുണ്ട്, ഫിസിക്കൽ സ്റ്റാമിന ഉണ്ട്, പക്ഷെ മനസ്സ് വളരെ ലൈറ്റ്,
ശരീരം വളരെ ലൈറ്റ്, ഈ ഒരു ഫീലിംഗ് വരുമ്പോൾ നിങ്ങളുടെ ആ ഫിസിക്കൽ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി കൂടും. പക്ഷെ മനസ്സിൽ ഭാര്യയാണ്, മനസ്സിൽ അയ്യോ ഇതുണ്ടെങ്കിൽ എന്ത് വന്നാലും ശരി അതിന് എഫക്റ്റ് ഫിസിക്കൽ ബോഡിയിലെ ശരീരത്തിൽ എന്തായാലും ശരി ഉണ്ടാവും. സോ വി ഷുഡ് ടേക്ക്, ഞാൻ പറഞ്ഞു വന്നത് ഫോഴ്സ് 1 കമാൻഡോ യൂണിറ്റില് ഗജാനൻ ഭായ് അവിടെ പോയിട്ട് ഒരു വലിയ മെഡിറ്റേഷൻ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. കമാൻഡോ യൂണിറ്റില് ബോംബെ കമാൻഡോ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞാൻ കണ്ട ഫോട്ടോ എൻ്റെ അടുത്തുണ്ട് വലിയ. അപ്പൊ അവര് പറയണ പരമജ്യോതിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പരമജ്യോതിന്റെ ഫോട്ടോ വെച്ചിട്ട് എല്ലാ കമാൻഡോസിനും അവർ കമ്പൾസറി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ട്രെയിനിങ്ങിന് മുമ്പിൽ ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യണം. അപ്പൊ ഗജാനൻ ഭായ് പറയണം, എല്ലാ കമാൻഡോന്റെ കോമ്പറ്റീഷനിൽ മഹാരാഷ്ട്ര കമാൻഡോ യൂണിറ്റിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കാരണം അതാണ്. അവിടെ ഒരു 10 ദിവസം അവിടുത്തെ കുറെ കോമ്പറ്റീഷൻ ഉണ്ടാവും. പക്ഷെ ആ മെഡിറ്റേഷന്റെ പ്രഭാവമാണ്. മനസ്സ് വളരെ ലൈറ്റ്, മനസ്സ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഫിസിക്കൽ പെർഫോമൻസ് എന്തായാലും ശരി കൂടും. അപ്പൊ ഈ ജൂൺ മാസം, ഇന്ന് 1 ജൂൺ ആണ്, മമ്മേന്റെ ദിവസമാണ്. 24 ജൂൺ മമ്മേന്റെ ദിവസമാണ്. ഈ 24 ദിവസം ഞാൻ വളരെ ലൈറ്റ് ആയിരിക്കും, ഞാൻ വളരെ ഈസി ആയിരിക്കും, ഞാൻ വളരെ പീസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ തന്നെ പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. റൈറ്റ്? അവര് നന്നാണോ ഇവര് നന്നാണോ അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്താ എല്ലാരും ചിരിക്കുന്നത്? എല്ലാവരുടെ മനസ്സിൽ ഇത് തന്നെയാണ്, അയ്യോ ഞാനൊക്കെ ഓക്കെയാണ്, ബാക്കി എല്ലാവരും ആണ് ഗതപ്പെടും. ഇത് ലോകത്തിന്റെ പ്രോബ്ലം തന്നെയാണത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ ജൂൺ മാസം ഇസ് എ യോഗ ഡേ ഓൾസോ. 21st ജൂൺ ഇസ് എൻ ഇന്റർനാഷണൽ യോഗ ഡേ. അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം 2024 നമ്മൾ ഒരാഴ്ച തന്നെ ഇവിടെ യോഗ ക്യാമ്പ് വെച്ചായിരുന്നു. നമ്മളെല്ലാവരും വന്ന് ഇവിടെ യോഗ ചെയ്തു. എത്ര പേര് അത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തു? എവിടെ സ്വാമി ഭായ്, എവിടെ സമയമില്ലത്? 10 ദിവസം ചെയ്തു, വളരെ ഇഷ്ടപ്പെട്ടു, ഓം ശാന്തി, പോയി. ഏതെങ്കിലും ഒരു ഹാബിറ്റ് നമ്മളത് ലൈഫിൽ കൊണ്ടുവന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അതൊരു നമ്മുടെ ജീവിത ശൈലി ആയിട്ട് മാറണം. ഇറ്റ് ഷുഡ് ബിക്കം എ ലൈഫ് സ്റ്റൈൽ. എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് വാക്കിങ്ങും ജോഗിങ്ങും പൊടിയും ഉണ്ട്, കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, റോഡൊക്കെ കൺസ്ട്രക്ഷൻ ആണ്, പിന്നെ ഭയങ്കര പൊല്യൂഷൻ ആണ്, മഴയാണ്, നമുക്ക് വാക്കിംഗ് ജോഗിങ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ച ഞാൻ പറഞ്ഞു തന്ന ഒരു എക്സസൈസ്, സിമ്പിൾ പ്രാണായാമം. പ്രാണം എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എല്ലാ ദിവസം അമൃത് വേല ഒരു 45 മിനിറ്റ്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു ലൈറ്റ് മ്യൂസിക് ചെയ്തിട്ട് മെല്ലന ഓമിന്റെ ധ്വനി ചെയ്യാം, പ്രാണായാമം ചെയ്യാം, അനുലോം വിലോം ചെയ്യാം. നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമല്ല ഗുണമല്ല, നമ്മുടെ വീട്ടിന്റെ വാസ്തു നന്നാവാൻ തുടങ്ങും. നമ്മുടെ ലൈഫില് എവിടേക്കാ നിങ്ങൾ പോകുന്ന ആ എനർജി എത്ര പേർക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യണല്ലോ, എണീക്കണം. We should get up and do. It should become a part of a lifestyle. എങ്ങനെയാണ് നമ്മുടെ മുരളി ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറിയത്? പ്യുവർ ഭക്ഷണം ലൈഫ് സ്റ്റൈലായിട്ട് മാറി. BKS എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഭക്ഷണം, സാത്വികമായ ഭക്ഷണം, അതൊരു ജീവിത ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. അതേമാതിരി രാവിലെ എണീച്ചിട്ട് കുറച്ച് എക്സസൈസ്. അപ്പൊ ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. യോഗ ഒരു ഫിസിക്കൽ എക്സസൈസ് ആണ്. അപ്പൊ 2 കാര്യം വളരെ इंपॉर्टेंट है. शरीर भी बहुत इंपॉर्टेंट है, आत्मा भी बहुत इंपॉर्टेंट है. आत्मा और शरीर का बैलेंस बहुत जरूरत है. पुरुष एंड प्रकृति, ആത്മാവ് പുരുഷ്, പ്രകൃതി നമ്മുടെ ശരീരമാണ്. രണ്ടിന്റെ ബാലൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ബാലൻസ് ചെയ്താൽ യു വിൽ ബി ഹെൽത്തി, യു വിൽ ബി ഹാപ്പി. കറക്റ്റ്? ഈ 2 കാര്യം ചെയ്യണം. പിന്നെ 3ാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ അസ്ട്രോളജി ആയാലും ശരി, വാസ്തു ആയാലും ശരി, ആത്മാവ് പല മെമ്മറീസ് എടുത്തിട്ടാണ് ഈ ഒരു ശരീരത്തിൽ വന്നത്. അപ്പൊ പഴയ കുറെ മെമ്മറീസിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശിവ് ബാബനെ ഓർക്കണം, ബാബക്ക് യാദ് കരണം. ആ ദിവസം ഞാൻ നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഈ എനർജി എങ്ങനെയാ കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു
ഒരു കുട്ടിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, അപ്പൊ കണ്ണ് കാഴ്ചയില്ല. അപ്പൊ കാഴ്ചയില്ലാത്ത കുട്ടി എന്താ ചെയ്യാ? അവർക്ക് പ്രകൃതി തരുന്ന ഗിഫ്റ്റാണ്. എന്താ ഗിഫ്റ്റ് തരുക? അവന് ചെവി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അവരുടെ അടുത്ത് പോയാൽ നിങ്ങൾ ആ പേര് പറഞ്ഞാൽ തന്നെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ആരാണ്. അത് പ്രകൃതിന്റെ ഒരു ഗിഫ്റ്റാണ്, പ്രകൃതി തരുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് കണ്ണ് കാണുന്നില്ല, ചെവിയും കാണുന്നില്ല, ചെവിയും കേൾക്കുന്നില്ല, കണ്ണും കാണുന്നില്ല, ചെവിയും കേൾക്കുന്നില്ല. യു ആർ നോട്ട് ഏബിൾ ടു സീ, യു ആർ നോട്ട് ഏബിൾ ടു ഹിയർ. പ്രകൃതി എന്ത് ചെയ്യും? അവർക്ക് സ്പർശം ഒരു ഗിഫ്റ്റ് ആയിട്ട് തരും. പ്രകൃതി തന്നെത്താനെ ബാലൻസ് ചെയ്യും. അതൊരു നാച്ചുറൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ലെങ്കിൽ അവർക്ക് സ്പർശം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ അവരുടെ അടുത്ത് പോയി അവരെ നിങ്ങളെ ടച്ച് ചെയ്ത പാട് നിങ്ങൾ അവർക്ക് പറയും നിങ്ങൾ ആരാണ്. ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്. റൈറ്റ്? ഏതെങ്കിലും ഒരാൾക്ക് കണ്ണും കാണുന്നില്ല, ചെവിയും കേൾക്കുന്നില്ല, കയ്യും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? പ്രകൃതി എന്താ ഗിഫ്റ്റ് കൊടുക്കും അവർക്ക്? സ്മെൽ, സുഗന്ധം. നിങ്ങൾ അടുത്ത് പോയാൽ അവർ സ്മെൽ ചെയ്യും. ഒരു പ്രാവശ്യം മാത്രം സ്മെൽ ചെയ്താൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ സ്വാമിനാഥനാണ്, ഞാൻ ഇതാണ്, അവരാണ്. 10 വർഷം പോയിട്ട് എത്ര പെർഫ്യൂം ഇട്ടാലും നിങ്ങൾ അവരുടെ അടുത്ത് പോയാൽ അവർ ക്യാച്ച് ചെയ്യും നിങ്ങളെ. അത് പ്രകൃതിന്റെ ഒരു ഗിഫ്റ്റാണ്. ഇറ്റ് ഈസ് ബൈ ഡിഫോൾട്ട് ഒരു സോഫ്റ്റ്വെയർ ആണത്. ഇനിയിപ്പോ ഒരാള് കണ്ണും കാണുന്നില്ല, ചെവിയും കേൾക്കുന്നില്ല, കൈയും ടച്ച് ചെയ്യാൻ പറ്റില്ല, സുഗന്ധത്തിന്റെ കപ്പാസിറ്റി ഇല്ല, അവരെന്ത് ചെയ്യും? അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി ഗിഫ്റ്റ് നിന്ന്. ദാറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് വൈബ്രേഷൻസ്, എനർജി. ഒന്നും ഈ മൊത്തം കർമ്മേന്ദ്രിയ വർക്ക് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരാൾ അടുത്ത് വന്നാൽ they will be able to identify you. വൈബ്രേഷൻസ്, എനർജി. അങ്ങനെ തന്നെ ആരെങ്കിലും ലോകത്തിലുണ്ടോ? കണ്ണും കാണുന്നില്ല, ചെവിയും ഇല്ല, കയ്യും ഇല്ല, സുഗന്ധവും ഇല്ല, ഒരു കർമ്മേന്ദ്രിയം ഇല്ലാത്ത ആരാണ്? ശിവ് ബാബ, പരമജ്യോതി ശിവ് ബാബ അല്ലേ? നിരാകാർ ശിവ് ബാബ. അവർക്ക് മനസ്സിലാവുന്ന ഭാഷ ഒരേ ഒരു ഭാഷയാണ്. ദാറ്റ് ഈസ് എനർജി, ദാറ്റ് ഈസ് വൈബ്രേഷൻസ്. ഒരേ ഒരു ഭാഷയാണ് വൈബ്രേഷൻസിന്റെ ഭാഷ. അപ്പം ആ ശിവ പരമാത്മാന്റെ വൈബ്രേഷൻസ് നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, ബിക്കോസ് ആത്മാവിൽ പല ജന്മത്തിന്റെ കർമ്മ കണക്കുകളുണ്ട്, സ്മൃതികളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരേ സെക്കൻഡില് 10 പേര് അല്ലെങ്കിൽ 100 പേര് ലോകത്തിൽ ജനിക്കുന്നുണ്ടെങ്കിൽ ആ 100 പേരിന്റെ ഭാഗ്യം വേറെ 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 തന്നെ ആയിരിക്കും. ഏക് ആത്മാ നാ മിലെ ദൂസരെ ആത്മാ സെ. ഇപ്പൊ ആത്മാവ് കുറെ മെമ്മറീസ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അയ്യോ ഇപ്പൊ എന്തിനു സംഭവിക്കുക, എന്ത് സംഭവിക്കും? ആ ഒരു ചോദ്യത്തിൽ യാതൊരു പ്രസക്തി ഇല്ല. നോബഡി ഹാസ് ഗോട്ട് ദാറ്റ് ആൻസേഴ്സ് ഫോർ ദാറ്റ്. നമ്മൾ ആ ചോദ്യം ചോദിച്ച് നമ്മൾ മടുത്തു പോകും. സോ പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ടു ദ ചോദ്യം. എൻ്റെ അടുത്ത് എന്തിനാ സംഭവിക്കുന്നത്, എങ്ങനെ എന്താ സംഭവിക്കുന്നു? എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം എത്ര ഫോൺസ് ആണ് വരുന്നത്. ജീവിതത്തിന്റെ പല പ്രോബ്ലംസ് ആൾക്കാർ എൻ്റെ അടുത്ത് പറയും. എല്ലാ പ്രോബ്ലം കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരേ ഒരു ഇതാണ്, അവർക്ക് തോന്നുന്നത് വലിയൊരു പ്രോബ്ലമാണ്, വലിയൊരു പ്രോബ്ലമാണ്. പക്ഷെ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഒന്നേ ഇല്ലൂ. അത് നിങ്ങൾക്ക് മാത്രമേ അത് സൊല്യൂഷൻ കിട്ടുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആത്മാവിന്റെ സ്മൃതികൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ ശിവ് ബാബന്റെ വൈബ്രേഷൻസ് നമ്മൾ ക്യാച്ച് ചെയ്യണം. ശിവ് ബാബന്റെ വൈബ്രേഷൻസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതേ വൈബ്രേഷൻ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരണം നമ്മളെ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ബച്ചേ ഫരിഷ്ത ബനോ. ഫരിഷ്ത മതലബ് ഏഞ്ചലിക് സ്വരൂപം. ആത്മാവ് ശരീരം വിടുന്ന സമയത്ത് ആത്മാവ് അതിന്റെ ഏഞ്ചലിക് ബോഡി എടുത്തിട്ടാണ് ഈ ശരീരം വിടുന്നത്. അപ്പൊ ഒരു സെക്കൻഡ് മാത്രമേ എടുക്കുള്ളൂ. നമ്മൾ കൂടുതൽ സമയം നിങ്ങൾ ചോദിക്കുന്നില്ല. ഒരു സെക്കൻഡ് സ്മൃതി രൂപി സ്വിച്ച് ഓൺ ചെയ്യാം. ഞാനൊരു ചൈതന്യമയ ഊർജയാണ്. രണ്ടാമത്തെ സെക്കൻഡ് മൈ ബോഡി ഈസ് ഫുൾ ഓഫ് പ്രകാശ സ്വരൂപം, ഒരു ശരീരമാണ്. അത് സത്യമാണ്. ദാറ്റ്സ് എ റിയാലിറ്റി ഓഫ് ലൈഫ്. അപ്പൊ അതേ ആ ഒരു സ്വരൂപം എങ്ങനെ കൊണ്ടുവരാം? ആത്മാവിന്റെ സ്വധർമ്മം ജ്ഞാൻ, പവിത്രത, ശാന്തി, പ്രേം, സുഖ്, ആനന്ദ, ശക്തി. ഈ ഒരു സ്വരൂപത്തിൽ നിന്നാൽ നമ്മുടെ ലൈറ്റ്
ഞാൻ ആ പ്രകാശ് മേ കായന്റെ ആ ചിത്രം കാണും ചെയ്യുന്നുണ്ട്, ആ ഫീലും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ശിവ് ബാബന്റെ വൈബ്രേഷൻസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എത്ര കുറേ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ മടുത്തു പോകും, കിട്ടൂല, എനർജി കിട്ടൂല. അതൊക്കെ ഒരു ഭാവമാണ്, ഒരു ഇമോഷൻസ് ആണ്, ഒരു ഫീലിംഗ് ആണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പം സയൻസ് ഈസ് കമ്മിങ് വെരി ക്ലോസ് ടു സ്പിരിച്വാലിറ്റി. അതിനാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സൂമില്. ആ മീറ്റിംഗിൽ പങ്കെടുത്തത് നമ്മുടെ വൈസ് ചീഫ് ഓഫ് ദ ഇന്ത്യൻ നേവി, പിന്നെ ഒരു MTech PhD ഫ്രം IIT കാൺപൂർ ആൻഡ് ഖടഗ്പൂർ. അവന്റെ ഒരു ഐഡിയ നോക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ബാബ പറയുന്നത് സമ്പന്ന സമ്പൂർണ്ണ കിത്നാ സമയം ബാക്കി എന്ന് മുരളിയിൽ പറയുന്നുണ്ട്. ലോകത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പുതിയ ലോകത്തിന് വേണ്ടിയിട്ട് എത്ര കൂടുതൽ ആൾക്കാർ എത്ര കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് സയന്റിസ്റ്റ്മാര്. അപ്പൊ ഇന്നലത്തെ പ്രൊജക്ട് അവർ എന്താ പറയുന്നത്, ക്വാണ്ടം ഗ്രാവിറ്റി വെച്ചിട്ട് അവര് പറയുന്നത് ഈ എർത്തിന്റെ റൊട്ടേഷൻ ഇല്ലേ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് റെവല്യൂഷൻ, മൂവ്മെന്റ് ആണ് എർത്തിന്റെ. ഇപ്പൊ ഈ എർത്ത് മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഇത് എനർജി വേണം. അപ്പൊ ആ സയന്റിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു ഇന്നലത്തെ മീറ്റിംഗില്, ഈ എനർജീനെ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ എനർജി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി വേണം. ഈ ലൈറ്റ് എങ്ങനെയാ ഉണ്ടാവുന്നത്, വെള്ളം കുറെ ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് എറിയും. അപ്പൊ താഴെ കുറെ ടർബൈൻസ് ഉണ്ടാവും, ഈ ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ടർബൈൻസിൽ കുറെ ഫ്ലക്സ് ഉണ്ട്. ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനർജി പ്രൊഡ്യൂസ് ആവും. അപ്പൊ മൊത്തം എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കറങ്ങിയാൽ നമുക്ക് ലൈറ്റ് കിട്ടും. അതുകൊണ്ട് വെള്ളത്തിന് മുകളിലോട്ട് നിന്ന് താഴത്തേക്ക് ഇടുന്നത്, അപ്പം കുറെ എനർജി കിട്ടുമല്ലോ, ശക്തി ഉണ്ടാവും. അപ്പൊ ടർബൈനിൽ ആ വീണിട്ടുണ്ടെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആ റൊട്ടേറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഫ്ലക്സ് ഉണ്ട്, അപ്പം എനർജി പ്രൊഡ്യൂസ് ആവും, നമുക്ക് പ്രകാശം കിട്ടും. വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു ശക്തിയില്ല, വെള്ളത്തിന് ഹൈറ്റ് കൊടുക്കണം. അതേമാതിരി മനസ്സ് ഇങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കുവാണ്, യാതൊരു ശക്തിയില്ല, മനസ്സിന് കുറച്ച് ഹൈറ്റ് കൊടുക്കണം. മനസ്സ് കുറച്ച് ശരീരത്തിന് ഡിറ്റാച്ച് ആവണം, പിന്നെ ശിവബാബിനടുത്ത് ടച്ച് ചെയ്യുക, പിന്നെ അത് എനർജി കിട്ടും. അപ്പൊ ഇന്നലത്തെ സയന്റിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എനർജീന്റെ ഒരു 0.001% നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം മുംബൈയും ഡൽഹിന്റെ കുറച്ചൊരു ഡിഗ്രീന്റെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം മുംബൈ ഡൽഹി ഫുൾ ലൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഭയങ്കര തിയറിറ്റിക്കൽ ആയിരുന്നു. അയാൾ തിയറിറ്റിക്കൽ ഫിസിക്സിൽ PhD ആണ് ചെയ്തത്. അപ്പൊ നമ്മളെ സാധാരണ ആൾക്കാർക്ക് അത് എങ്ങനെയാണ് നടക്കുമെന്ന് പറയുന്നത്. അപ്പൊ വൈസ് ചീഫ് ആയിരുന്നു, റിട്ടയർഡ് ആണ്. അപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു, ഓക്കെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിന്റെ സയന്റിസ്റ്റിന്റെ അടുത്ത് പറയാം, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ന്യൂസ് കിട്ടി, ഇന്ന് തിങ്കളാഴ്ച ഒരു നെക്സ്റ്റ് മീറ്റിംഗ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. യെസ്, അപ്പൊ സത്യുഗത്തിന് എത്ര കൂടുതൽ ഇൻവെൻഷൻസും ഡിസ്കവറീസിന് വേണ്ടിയിട്ട് സയന്റിസ്റ്റ്മാർ എത്ര വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ പുഷ്പക് വിമാനായാലും ശരി, ഫുൾ ടൈം പ്രകാശം, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എത്ര ആൾക്കാർ അന്തർമുഖിയായിട്ട് ഗുപ്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കത് ചെയ്യാലോ. നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ പുരുഷാർത്ഥത്തിന്. आज बाबा ने कहा बच्चे डबल लाइट बनो, हल्के रहो. ഇതേ മാതിരി അപ്പൊ രാജയോഗം എന്താണ്, അപ്പനെ കോ ആത്മാ സമജ്. ഈ ആത്മാ നെങ്ങി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനർജി കിട്ടൂല. ബിക്കോസ് ഇത് എല്ലാം ഖേൽ വൈബ്രേഷൻസിന്റെ ആണ്, എനർജിന്റെ ആണ്. അപ്പൊ അപ്പനെ കോ ആത്മാ സമജ് ബഹുത് പ്യാർ സെ ശിവ് ബാബ കോ യാദ് കർ. അപ്പം ഇതാണ് മനസ്സും ബുദ്ധിന്റെ പ്രാക്ടീസ്. അപ്പൊ അമൃത് വേലയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ശരീരം മനസ്സ് വളരെ റിലാക്സ് ആയിട്ട് വെക്കുക. ഓക്കെ, കുറെ പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് ആ പ്രോബ്ലംസിനെ കുറെ ചിന്തിച്ചാൽ അതിന് സൊല്യൂഷൻ കിട്ടാൻ പോകുന്നില്ല. ശരീരം മനക്കോ റിലാക്സ് റക്കോ, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. പുരുഷ और प्रकृति के बीच में കണക്ഷൻ. അപ്പൊ അതാണ് 100 അനലജിയാണ് തന്നത്. ശരീരം അമ്പലമാണ്, ആത്മാ ചൈതന്യമൂർത്തിയാണ്. അതിന്റെ വാട്സപ്പ് 100 ആണ് ആ ബെഹൻജി കണ്ടുപിടിച്ചത്. അത് വാട്സപ്പിൽ ഇട്ടിട്ട് എത്ര പേര് അറ്റ്ലീസ്റ്റ് അത് റീഡ് ചെയ്തു, അവരൊന്ന് കൈ പൊക്കാട്ടെ. രാഗിനി വേൻ സമയം കിട്ടിയില്ല അല്ലേ, കണ്ടിട്ടേ ഇല്ലേ? നല്ല കുട്ടിയെ. അപ്പൊ വാട്സപ്പ് ഒന്നും നോക്കാറില്ല, വളരെ നല്ലത്, വെരി ഗുഡ്, സൂപ്പർ ആണ്. രാഗിനി വേൻ ഒന്ന് കൈ അടിച്ചാട്ടെ.
PDF ഒന്നും വായിക്കാറില്ല, വാട്സപ്പ് ഒന്നും നോക്കാറില്ല. നല്ല കുട്ടി, വെരി ഗുഡ്. ഓക്കെ, അതും ചെയ്താലും വലിയ കുഴപ്പമില്ല. ബിക്കോസ് 100 ഏതെങ്കിലും ഒരു 25 എടുത്തിട്ട് മനസ്സും ബുദ്ധി വെച്ചിട്ട് ഒരു കണക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ബിക്കോസ് അമൃത് വേല എണീച്ചാല് നമ്മൾ ആദ്യം ഞാൻ ആത്മാവാണ്, ചൈതന്യമായ ഊർജാണ്. പക്ഷെ അത് പുരുഷ പ്രകൃതി दोनों के बीच में कनेक्शन വന്നാൽ ശരീർ भी स्वस्थ रहेगा, ആത്മാ भी സമ്പന്ന हो जाएगी. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഒരു 25 ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് അതിന്റെ ഒരു കഥ ഉണ്ടാക്കണം നിങ്ങൾ. ആ കഥ ഉണ്ടാക്കിയാൽ മാത്രമേ അമൃത് വേലയിൽ ഓർമ്മയുണ്ടാവുള്ളൂ. അതിലൊരു റൂട്ടിംഗ് ആക്കണം, റൂട്ട് മാപ്പ് ആക്കണം. എവിടെയെങ്കിലും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ യാത്രനെ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുന്ന് എനിക്ക് ഡൽഹിയിലേക്ക് പോകണം, കുറച്ച് ഇങ്ങോട്ട് പോവാ, കുറച്ച് അങ്ങോട്ട് പോവാ, കുറച്ച് അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. ആ ഒരു ജേർണി വളരെ പ്ലസന്റ് ആയ ജേർണി ആയിരിക്കില്ല അല്ലേ? പിന്നെ നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് റൂട്ട് മാപ്പ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് സീങ് കണ്ടുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ സന്തോഷത്തിൽ നമുക്ക് അവിടെ നമ്മുടെ ലക്ഷ്യത്തെത്തും. അതുകൊണ്ടാണ് പറഞ്ഞത്, റൈറ്റ്? അപ്പൊ ആരൊക്കെയാണ് അതിന്റെ കഥ റൂട്ട് മാപ്പ് ഉണ്ടാക്കിയത്? ടീച്ചർ. ടീച്ചർ ഒന്ന് നന്നായിട്ട് കൈയടിച്ചാട്ടെ. കറക്റ്റ് ടീച്ചർ, വരൂ ടീച്ചറെ. എത്ര ഒബ്ജക്ട്സ് എടുത്തിട്ടുണ്ട്? 21. ഓക്കെ. അപ്പൊ ടീച്ചർ പറയുന്ന 21ന്റെ കഥ നിങ്ങൾ എല്ലാവരും കേൾക്കണം. പിന്നെ സ്വാമിബ എല്ലാ ദിവസവും അമൃത് വേല ഇന്നും ഞാൻ രാവിലെ എണീച്ചപാട് ആ കഥ പറയുന്ന എന്റെ കഥയും ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ഈ 2 കഥയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ 2 കഥ നിങ്ങൾ കേട്ടിട്ട് 3ാമത്തെ കഥ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ രാജയോഗ മെഡിറ്റേഷൻ്റെ ഒരു മന്ത്രമല്ല, ഇങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാവില്ല. അത് നിങ്ങളുടെ കഥ നിങ്ങളെ തന്നെത്താനെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ക്രിയേറ്റിവിറ്റി. ഓക്കെ, പറയൂ. മൈക്ക് എടുത്തോ. മെഡിറ്റേഷനിലേക്ക് എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് ഒരു ചിന്ത നടക്കണത്ര. ഇവിടെ കഥ എന്താന്ന് പറഞ്ഞാൽ കഥയുടെ മെയിൻ സ്ക്രിപ്റ്റ് എന്താണ്? ശരീരം ആത്മാവ്, ഇതിന്റെ കണക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ നമ്മുടെ മെയിൻ ഈ ഒരു എക്സസൈസിന്റെ വാട്ട് വാസ് ദ ഒബ്ജക്റ്റീവ്? ഈ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു പറഞ്ഞാൽ നമുക്ക് അമൃത് വേല എണീക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 21 ടൈംസ് ഞാൻ ആത്മാവ് ആണ് നല്ല ഫീലിംഗ് കിട്ടണം. അല്ലെങ്കിൽ ഞാൻ ആത്മാവാണ് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അതിന് ഫീലിംഗ് കിട്ടില്ല. മെല്ലെ 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 അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഒരു കഥ, ആ ഒരു കഥയാണ് നമ്മൾ വേണ്ടത്. വേറെ 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 എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ് ആ ഫീലിംഗ് കിട്ടിയാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആത്മാവിന്റെ 7 ഗുണങ്ങളാണ്. ഏതായാലും പറഞ്ഞോളൂ ടീച്ചറെ, കുഴപ്പമില്ല. ഇത്രത്തോളം മെഡിറ്റേഷന് ഞാൻ കടിയുണ്ടാക്കിയല്ലോ, അത് നമുക്ക് മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരണം. ഏതായാലും കഥ പറ, കഥ കേട്ടെ. മെഡിറ്റേഷന് പറ്റുമോ? അപ്പൊ വിചാരിച്ചു ഇടയ്ക്കൊരു ടിസ്റ്റ് വെച്ച് കഴിഞ്ഞാല് ആദ്യം എഴുതിയത് അവസാനം കൊണ്ടുപോയാല് അതിന് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ എഴുതിയത് വായിക്കാം, പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ടീച്ചറെ, ഞാൻ അടുത്ത സൺഡേ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്യുന്ന കഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് അതിൽ കുറച്ച് ഐഡിയ കിട്ടാൻ നിങ്ങളത് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് അടുത്ത ആഴ്ച നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് പറയാം. അങ്ങനെ തന്നെ ഒരു സങ്കല്പം വരുന്നുണ്ട്, അത് എത്ര മെഡിറ്റേറ്റീവ് ആണോ ഇല്ലോ എന്ന് ആ ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പിന്നെ ടീച്ചറാണല്ലോ, അപ്പൊ ടീച്ചർ എന്നെ ഇമ്പ്രൂവ് ചെയ്യാം, എന്നെ വിളിച്ചിട്ടൊന്ന് പറയാം. ഗിവ് ആൻഡ് ടേക്ക്. പക്ഷെ പെട്ടെന്ന് പറയണേ ഒരാഴ്ച നടക്കുക, അല്ലെങ്കിൽ ഞാൻ റഷ്യയിലെത്തും. ഈ പ്രാവശ്യത്തെ ഇന്റർനാഷണൽ യോഗ ഡേ റഷ്യയിലാണ്. അപ്പൊ അതുകൊണ്ട് ഒരാഴ്ച, ഞാൻ 8ാം തീയതി കഴിഞ്ഞ അടുത്ത സൺഡേ ആണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ഒരാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ ഒരാഴ്ച നടക്കുക നിങ്ങൾ അത് ഫൈൻ ട്യൂൺ ചെയ്യണം. ഞാൻ പറയുന്ന കഥയും നിങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്യണം. ഓക്കെ. അപ്പൊ ഞാൻ അമൃത് വേല എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് മെഡിറ്റേഷനിൽ കണക്ട് ആവുന്നുണ്ടോന്ന്, എത്ര പെർസെൻറ്റേജ് കണക്ട് ആവുമെന്ന് നിങ്ങൾ നോക്കും. ആദ്യം ഞാൻ തുടങ്ങുന്നത് ഈ ശരീര പവിത്ര മന്ദിർ ഹെ, അവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആത്മാവ്, അപ്പൊ ആദ്യം അമ്പലം. അപ്പൊ ജैसे मंदिर याद आएगा, ആത്മാവ് उसमें रहने वाली ചൈതന്യ മൂർത്തിയാണ്. ഓക്കെ. അപ്പൊ ഇത് മെഡിറ്റേഷനിൽ എങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്? ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു 3:30 ഞാൻ എണീച്ചിട്ട് ഭക്തന്മാര് വരുന്ന മുമ്പ് എനിക്ക് പോയിട്ട് അവിടെ സീറ്റിൽ ഇരിക്കണം. ബിക്കോസ് നമ്മളെല്ലാവരും ചൈതന്യ മൂർത്തിയാണ്. ബാബ നമുക്ക് പറഞ്ഞിട്ടുണ്ട്,
അമ്പലത്തിലൊക്കെ എത്ര വിഗ്രഹങ്ങൾ കാണുന്നത്, അത് ബാബ പറയുന്നത് ബച്ചേ ആക്ക സമ്പന്ന ഓർ സമ്പൂർണ്ണ സ്വരൂപമാണ്. ഇതാണ് ശിവ് ബാബ വന്നിട്ട് നമുക്ക് തരുന്ന ഏറ്റവും സൂപ്പർ നോളജ് ആണ്. ഓക്കെ, അപ്പം ഞാൻ രാവിലെ എണീച്ച പാട് ആദ്യം ഭക്തന്മാര് വരുന്ന മുമ്പ് ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്. റൈറ്റ്? എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നത് സ്വാമി ബൈക്ക് പോവാൻ പറ്റും, പോവാൻ ഓക്കെ ആണ്? അവരൊന്ന് കൈപ്പൊക്കാട്ടെ. അവരെന്താണ് ആലോചിക്കുന്നത്? കൈപ്പൊക്ക്. പിന്നെ താങ്ക് യു പോവാലോ. പോയിട്ട് വാതിലൊക്കെ തുറന്ന്, ഭക്തന്മാരിപ്പോ വരാൻ തുടങ്ങിയില്ല, അവിടെ പോയിട്ട് ഇരിക്കുക. ശിവ് ബാബ മുകളിലുണ്ട്, പരമജ്യോതിനെ ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ശിവ് ബാബ എനിക്ക് ലൈസൻസ് തന്നുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അവിടെ ഇരിക്കുക. ओके, शरीर एक पवित्र मंदिर है, आत्मा उसमें रहने वाला चैतन्य ज्योति है. പിന്നെ ഭക്തന്മാര് വന്ന അന്ധേരായിരിക്കുമല്ലോ, ഇരുട്ടായിരിക്കും. അപ്പൊ ഞാൻ എന്താണ്, വിളക്ക് കത്തിക്കുവാണ്. ശരീർ एक दिया है, ആത്മാ उसका ചൈതന്യ ജ്യോതിയാണ്. വിളക്ക് കത്തിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് ഫീൽ ചെയ്യുന്ന വിളക്ക് കത്തിക്കാൻ പറ്റുമെന്ന് കൈപ്പൊക്കെയാട്ടെ. നമ്മളെന്നെ ചെയ്യണേ ഭക്തന്മാർ വരുന്ന മുമ്പ്. അല്ല, ഭക്തന്മാർ വന്നിട്ട് അടിച്ചു വരെ കൊടുക്കുക, അതൊന്നും ശരിയാവില്ല. നമ്മള് ഇത് അമ്പലമൊക്കെ ക്ലീൻ ആക്കണം, നമ്മുടെ എനർജി നമ്മൾ ശരിയാക്കണം, അപ്പോഴേ ഭക്തന്മാർക്ക് അതിനെ ഫീലിംഗ് കിട്ടുള്ളൂ. മൂന്നാമത്തെ, റൈറ്റ്? അപ്പൊ ശരീര ദിയാ ഹെ, ആത്മാ ഉസ്കാ ചൈതന്യ ജ്യോതി ഹെ. പിന്നെ കാൻഡലും വെക്കും. ശരീര एक मोमबत्ती है और ये मोमबत्ती एक दिन पिघल जाएगा. മലയാളത്തിൽ എന്താ പറയും? മെൽട്ടാവും, ഉരുകിപ്പോവും. പക്ഷെ ആത്മാവ് അതിനെ ശാശ്വതമായ പ്രകാശമാണ്. ठीक है, so this is the three things, 1 2 3. ഓർമ്മയുണ്ടാവോ ടീച്ചർ? ഓർമ്മയുണ്ടാവോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? രാവിലെ തന്നെ എണീച്ചിട്ട് അമ്പലത്തിൽ പോവാ. അമ്പലത്തിൽ പോയിട്ട് എന്താ ചെയ്യണ്ടേ? ആ സ്ഥിതിയിൽ ഇരിക്കണം. ഇരുന്നിട്ട് എന്താ ചെയ്യണ്ടേ? ദീപം തെളിക്കണം, പിന്നെ വിളക്ക് കത്തിക്കണം, കാൻഡിൽ കത്തിക്കണം. അങ്ങനെ കാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിസ്റ്റേഴ്സും നമ്മുടെ അമ്പലത്തേക്ക് വരാൻ തുടങ്ങും. വരും. എല്ലാ സ്ഥലത്തും കാൻഡിൽ ആയാലും ശരി, ദീപാവലി ശരി, സഭ ആത്മായ. ഓക്കെ, ഇന്ന് ബാബ പറഞ്ഞിട്ടുണ്ട്, ബേഹദ് വിശാലമായ മനസ്സ് വെക്കണം. അതായി. ഇനിയിപ്പോ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ മാത്രം പോരാ, കുറെ ഭക്തന്മാര് വരണല്ലോ, അപ്പോഴേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. അപ്പം ഇമീഡിയറ്റ്ലി മനസ്സ് നമ്മുടെ ഭക്തന്മാർക്ക് നമ്മൾ നോക്കുവാണ്. അപ്പൊ കുറെ ഭക്തന്മാർ എണീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എണീച്ച് സീറ്റിൽ ഇരുന്നാൽ അവർ എണീക്കാൻ തുടങ്ങും. നമ്മൾ ഉറങ്ങിയാൽ നമ്മുടെ ഭക്തന്മാരും ഉറങ്ങാൻ തുടങ്ങും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഭക്തന്മാർക്ക് രാവിലെ എണീച്ചിട്ട് കുളിച്ച് ജപിച്ചിട്ട് നിങ്ങളുടെ അമ്പലത്തേക്ക് വരണ ആഗ്രഹമുണ്ട്? ഈ കുട്ടി ഒന്ന് കൈവെക്കണം. പിന്നെ നല്ല കുട്ടി, വെരി ഗുഡ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇമീഡിയറ്റ്ലി ഫീൽ ചെയ്യാണ്, എല്ലാ ഭക്തന്മാരെ എണീച്ചിട്ട് കുളിച്ച് തയ്യാറായിട്ട് അവരെല്ലാരും അവരുടെ കാറിൽ ഇരിക്കുവാണ്. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് കണ്ടോണ്ടിരിക്കുവാണ്. അപ്പൊ കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീർ കാർ ഹെ, മേ ആത്മാ ഡ്രൈവർ ഹും. നിങ്ങൾ കണക്ട് ചെയ്യണം അതിന്. പിന്നെ ചില പേര് കാറിൽ വരും, ചില പേര് പല ഇതിലും വരും. അപ്പൊ അവിടെ 2-3 നോക്കുക. ശരീർ ജഹാജ് ഹെ, പാനി കാ ജഹാജ്. ആത്മാ ഉസ്കാ കപ്താൻ ഹെ. കുറെ ആൾക്കാർ ബോട്ടിലും വരാമല്ലോ. ശരീർ ഹവായി ജഹാജ് ഹെ, आत्मा एरोप्लेन है, आत्मा उसका पायलट है. राइट? शरीर एक रथ है. ചില പേര് രഥത്തിലും വരാമല്ലോ. എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നത് ഭക്തന്മാര് രഥത്തിലും വരാൻ പറ്റും? അവരൊന്ന് കൈ പൊക്കാട്ടെ. നമുക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പഴയ ഭക്തന്മാരൊക്കെ, രാജാവൊക്കെ ഭക്തന്മാര് രഥത്തിൽ വരാമല്ലോ. അപ്പം ശരീർ രഥ ഹെ, तो आत्मा क्या है? रथी है. ഓക്കെ, ആയല്ലോ. പിന്നെ വേണമെങ്കിൽ സ്കൂട്ടിയാണ്, ഇതാണ് 3-4 ഓക്കെയാണ്. കൂടുതലും ചെയ്യാൻ പാടില്ല, അത്രയും സമയം ഉണ്ടാവുള്ളൂ. ബിക്കോസ് മേ ആത്മ ശരീര और ആത്മാന്റെ ആ കണക്ഷൻ, ആത്മാഭിമാനി സ്ഥിതി നമുക്കൊരു 3-4 മിനിറ്റിനെ കാട്ടി കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല. ബിക്കോസ് നമുക്ക് കുറെ റൂട്ടിലേക്ക് പോകണമല്ലോ. 45 മിനിറ്റ്സ് അമൃത് വേല വളരെ കൂടുതൽ നമ്മൾ സഫലാക്കണം. അപ്പൊ ഇപ്പൊ എത്ര ഓർമ്മയുണ്ട്? റിനീഷ് ഭായി ഒന്ന് എണീച്ചിട്ട് പറഞ്ഞാട്ടെ. ഫസ്റ്റ് എന്താണ്? അമ്പലത്തേക്ക് പോവാ. രണ്ടാമത്തെ, ഭക്തന്മാരെ വിട്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യും. വിളക്ക് കത്തിക്കുക. രണ്ടാമത്തെ വിളക്ക്. മൂന്നാമത്തെ കാൻഡിൽ കത്തിക്കുക. ഇനി ഭക്തന്മാരിലേക്ക് പോ. ഭക്തന്മാരെന്താ ചെയ്യുന്നത്? കാറിൽ വരുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ സ്കൂട്ടി എടുത്തോളൂ, കുഴപ്പമില്ല. നെക്സ്റ്റ്
हाँ, जहाज है, एरोप्लेन है, रथ है, एक ही. ओके, हो गया. 3 + 4 7 हो गया. അപ്പൊ എല്ലാവരും അപ്പൊ ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് കോൾഡ് ആസ് അസോസിയേറ്റഡ് മെമ്മറി. അങ്ങനെയാണ് ഓർമ്മ വെക്കേണ്ടത്. ഒന്നിനൊന്നിന്റെ കണക്ഷൻ ആയിരിക്കണം. അങ്ങനെയാണ് സ്ക്രിപ്റ്റ്, സ്റ്റോറിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. ഫിലിം ഒക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. പാട്ട് എഴുതുന്ന അങ്ങനെയാണ്. കണക്ഷൻ ആയിരിക്കണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അലയാൻ തുടങ്ങും. ഇറ്റ് ഷുഡ് ബി കണക്ഷൻ വിത്ത് ലോട്ട്സ് ഓഫ് ഇമോഷൻസ്. ഇനി രഥം വെച്ചിട്ട് അപ്പം രഥം ആയ കഴിഞ്ഞാൽ നെക്സ്റ്റ് രഥം ഉണ്ടെങ്കിൽ രഥം ഓട്ടിക്കുന്ന ആരാണ്? അപ്പൊ ശരീരം ഘോട ഹെ. രഥ് കോ ചലാനെ വാല ഘോട. ഘോട എന്ന് പറഞ്ഞാൽ കുതിര. ആത്മാവ് എന്താണ്? ശരീർ കുതിരയാണെങ്കിൽ ആത്മാവ് കോനെ? കുതിരക്കാരൻ. I do not know whether my Malayalam is correct or not. शरीर घोड़ा है, आत्मा घुड़ सवारी है. फिर धीरे से घोड़े से आप हाथी पर जाओ. शरीर हाथी है, आत्मा क्या है? हाँ, आत्मा महारथी है. बाबा महारथी वर्ड यूज करना. शरीर हाथी है, आत्मा महारथी है. ठीक है. നെക്സ്റ്റ്. അപ്പൊ ഈ ഹാത്തിയും ഘോട അമ്പലത്തിലേക്ക് വന്നു, എവിടെയെങ്കിലും കെട്ടിവെക്കണ്ടേ? അപ്പൊ ശരീരം ഝാഡ് ഹെ, ആത്മാ ക്യാ ഹെ? ബീജ് ഹെ. ശരീർ ഘോട ഹാത്തി വന്നിട്ട് അവരെവിടെയെങ്കിലും നമ്മൾ കെട്ടണല്ലോ. അപ്പൊ ശരീർ ജോ ഹെ ഝാഡ് ഹെ, വൃക്ഷമാണ്. ആത്മാവ് ആ വൃക്ഷത്തിന്റെ ബീജമാണ്. ഹോ ഗയാ. സോ 3 + 4 7, 7 + 3 10. ഇവിടുത്തെ വരെ കഥ പറഞ്ഞു. ഇനി നിങ്ങൾ കഥ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ കണ്ടിന്യൂഷൻ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് കണ്ടിന്യൂഷൻ എന്തായിരിക്കും? നിങ്ങൾ അമ്പലം ശരിയാക്കി, ഭക്തന്മാര് വന്നു, ഭക്തന്മാര് കുറെ വണ്ടിയും ഇതെടുത്തും ഹാത്തി ഘോടയിൽ വെച്ചിട്ട് മരത്തിൽ കെട്ടി വെച്ച്. ഇനി നെക്സ്റ്റ് എവിടെ ആയിരിക്കണം നിങ്ങളുടെ ക്യാമറ? ഭക്തന്മാർക്ക് ഉപ്പർ. ക്യോंकि वो चलेंगे ना, आप तो बैठे हो. അപ്പൊ നമ്മൾ കാണണം ഭക്തന്മാര് പ്ലേറ്റ് എടുത്തിട്ട് വരുവാണ്. प्लेट कुरे साधन ഉണ്ട്. राइट. तो सबसे पहले आप देख रहे हो वो प्लेट में കുറെ പുഷ്പങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ദേ നാട്ടുകാരൊന്നും പറഞ്ഞില്ല. സ്വാമി ഭായിക്ക് വേണ്ടിട്ട്. സോറി, നിങ്ങൾക്ക് വേണ്ടിട്ട്. ഓക്കെ. तो शरीर जो है वो पुष्प है, आत्मा क्या है? आत्मा क्या है? उसका अंदर का नेक्टर है. करेक्ट. നെക്സ്റ്റ് പ്ലേറ്റിൽ എന്തൊക്കെയാ വെക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുക. ഭക്തന്മാരെ പൂജയ്ക്ക് വരുന്നുണ്ട്, ഞാൻ പുഷ്പം പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ഇപ്പൊ ഫ്രൂട്ട്സ് വരുമ്പോ ആത്മാവ് എന്താവും? ബീജായി. ഇനി അതേ സെയിം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. कोकोनट വരുമ്പോ ആത്മാവ് എന്തായിട്ട് മാറും? उसका कुछ कनेक्शन भी करो भाई. कहीं से कुछ भी नहीं लेकर आओ. ഇല്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിന്റെ കണക്ഷൻ ആയിരിക്കണം. പക്ഷെ ആദ്യം ഞാൻ ഇതൊക്കെ പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ഒബ്ജക്ട്സ് ആദ്യത്തെ ഇതിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ 1 2 ആയിരിക്കും. പക്ഷെ ആസ് ഫാർ ആസ് ഐ ഫീൽ ഇറ്റ് ഇസ്. अरे भाई प्लेट में क्या होता है भक्तन्मार का? പൂവായി, താമര പൂവായാലും ശരി, ഇതായാലും ശരി. ഓക്കെ. अब कुछ अलग इमेज देना पड़ेगा. शरीर अगरबत्ती है, आत्मा क्या है? उसका सुगंध है. करेक्ट. नेक्स्ट. ठीक है. शरीर कर्पूर है तो आत्मा क्या है? उसका एक कनेक्शन होना चाहिए. ആ പ്ലേറ്റ് നിങ്ങൾ ദൃശ്യം കൊണ്ടുവരൂ. നെക്സ്റ്റ് എന്താ കൊണ്ടുവരാൻ പറ്റുക? പക്ഷെ അതിൽ ആത്മാ ശരീരത്തിന്റെ കണക്ഷൻ ഉണ്ടാവണേ. വെറുതെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അവിടെ പ്ലേറ്റിൽ വെക്കാൻ പാടില്ല. ഈ അഗർബത്തി കത്തിക്കണ്ടേ കുട്ടികളെ? പറ. അല്ലെങ്കിൽ അവിടെ പോയിട്ട് സ്വാമി പൈന്റെ മുമ്പിൽ അയ്യോ കത്തിക്കാനൊന്നുമില്ല പോയി. ശരീർ ക്യാ ഹെ? തീപ്പെട്ടി ഹെ. ആത്മാ അതിന്റെ എന്താ പറയാ, മാച്ചിസ് ക്യാ ബോൾത്തെ ഇസ്കോ? കൊല്ലിയേ.
ठीक है, വെരി ഗുഡ്. എന്റെ അമ്മ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ശരീര അഗർബത്തിയെ സുഗന്ധം വരാൻ വേണ്ടിട്ട് മാച്ചിസില്ല, പോയി. പിന്നെ നെക്സ്റ്റ് പ്ലേറ്റ് നിറഞ്ഞിട്ടില്ലേ? फ्रूट्स आई है, नहीं तो फ्रूट्स है, फ्रूट शरीर है तो आत्मा क्या होगा? बीज हो गया, वो बीज आई. ആ ദീപം കത്തിച്ചല്ല, നിങ്ങൾ കത്തിച്ചിട്ടേ ഇരിക്കുന്നു. ആ എന്ത്? ആ എന്റെ അമ്മ വെളിച്ചെണ്ണ. ശരീരം വെളിച്ചെണ്ണാണെങ്കിൽ ആത്മാവ് എന്തായി? ആ ഏതായാലും കുട്ടി പറഞ്ഞ സ്ഥിതിക്ക് ശരീരം വെളിച്ചെണ്ണ ബോട്ടിലാക്കിക്കോളൂ. आत्मा उसके अंदर का വെളിച്ചെണ്ണ कुछ भी करो, लेकिन आत्मा पुरुष का कनेक्शन लेकर आओ. പിന്നെ അത് കണക്റ്റഡ് ആയിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ശരീർ ഒരു സ്മോൾ ഡിബ്ബയാണ്, ആത്മാവ് അതിന് സിന്ദൂരമാണ്, തിലകം. അതല്ലേ വെക്കാറില്ലേ, നമ്മൾ ഇത് ചെയ്യാറില്ലേ? ഉസ്ക കണക്ഷൻ भी होना चाहिए, അതിന് കണക്ഷനും കിട്ടണം. ആത്മാവ് ശരീർ जो है ഒരു ചെറിയ ഡിബ്ബിയാണ്, ആത്മാവ് അതിനുള്ളിലെ ആ തിലകമാണ്, അല്ലെങ്കിൽ ചന്ദനമാണ്. ഓക്കെ, നെക്സ്റ്റ്. ആ കരിപ്പൂരം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ശരീരം കരിപ്പൂരാണെങ്കിൽ ആത്മാവ് എന്തായിരിക്കും? അതും കൊണ്ടുവരണേ. there should be a connection. ഏതായാലും തൽക്കാലം ആ പ്ലേറ്റ് വെച്ച് മാനേജ് ചെയ്യും. നെക്സ്റ്റ്, ഇനി ആകെ പഠോ. സ്റ്റോറി ഷുഡ് റീച്ച് എ ക്ലൈമാക്സ്. എത്തി എത്തി ഇതൊക്കെ എടുത്തിട്ട് റിനേഷ് ഭായ് സ്വാമി ഭായിന്റെ മുമ്പിൽ എത്തി. നെക്സ്റ്റ്. അല്ലെങ്കിൽ സ്വാമി ഭായ് റിനീഷ് ഭായിന്റെ അടുത്ത് എത്താം, അങ്ങനെ വേണമെങ്കിൽ ആവാം, ഐതർവേ. ഇനി സ്വാമി ഭായ് എന്ത് ചെയ്യണം, റിനീഷ് ഭായ് എന്ത് ചെയ്യണം? റിനീഷ് ഭായ് അവിടെ അമ്പലത്തിൽ ഇരിക്കുവാണ്, സ്വാമി ഭായ് ഇതൊക്കെ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് വന്നു. ഇനി നെക്സ്റ്റ്. വൈബ്രേഷൻ ഓക്കെ. ഈ ഭക്തന്മാര് റിനീഷ് ഭായിന്റെ മുമ്പിൽ വന്നിട്ട് എന്ത് ചെയ്യണം? അല്ല, നമസ്കരിക്കണം. അവരില്ല എന്തൊക്കെയാണ് ദേവീ ദേവതകളുടെ അടുത്ത് വേണ്ടത്, അതിന് വലിയ ലിസ്റ്റ് ആയിരിക്കും. ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യേ, എത്തിക്കൊന്നാ ചെയ്യേ, എത്തിക്കൊന്നാ ചെയ്യേ, എത്തിക്കൊന്നാ ചെയ്യേ. റൈറ്റ്. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഫീൽ ചെയ്തത് ശരീർ ജോ ഹേ എക് കിതാബ് ഹേ. അപ്പൊ ഈ ഭക്തന്മാര് വരുന്നത് ഒരു വലിയ പുസ്തകം എടുത്തിട്ടാണ്. ഈ പുസ്തകം റിനീഷ് ഭായിക്ക് കൊടുക്കും. എന്തിനാ റിനീഷ് ഭായിക്ക് കൊടുക്കേണ്ട പുസ്തകം? ബസ് കുറെ ഭക്തന്മാർ അവരുടെ കുറെ കാര്യങ്ങൾ പറയുള്ളൂ. അപ്പൊ റിനീഷ് ഭായിന് ഇത്ര ഓർമ്മ ഉണ്ടാവില്ല, എല്ലാം പുസ്തകത്തിൽ എഴുതണം. ഇഷ്ടപ്പെട്ടോ റിനീഷ് ഭായ് ഈ പുസ്തകം? ആന്ന് പറ. അപ്പൊ ആദ്യത്തെ ഭക്തൻ വരുന്ന നല്ല ഭക്തനാണ്. റിനീഷ് ഭായിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം. എന്തിനാ പുസ്തകം വെക്കുന്നത് സ്വാമി ഭായ്? ആവശ്യങ്ങള്. ഇപ്പൊ റിനീഷ് ഭായിക്ക് എത്ര ആൾക്കാർ ഓരോ ആള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിനീഷ് ഭായിക്ക് എവിടെ ഇങ്ങനെ ഓർക്കാൻ? റിനീഷ് ഭായിന്റെ പണി എന്താണ്? ശിവനെ ഓർക്കാൻ. ഇതൊക്കെ ഓർത്തിട്ട് എവിടെയാണ്? പക്ഷെ ഈ മൊത്തം അവന്റെ റിക്വയർമെന്റ് എഴുതണ്ടേ? ഓക്കെ. അപ്പൊ ശരീർ ഏക് കിതാബ് ഹേ, ആത്മാ ക്യാ ഹേ? ശരീർ ഒരു പുസ്തകമാണ്, ആത്മാവ് ലേഖക് ഹേ, ഹി ഈസ് എ റൈറ്റർ. ഓക്കെ, കറക്റ്റ്. ശരീർ ഏക് പെൻ ഹേ, ആത്മാ ക്യാ ഹേ? റീഫിലാണ്, ഇങ്കാണ്. കറക്റ്റ്. ആയി. ദിനേശ് ഭായ് പുസ്തകം കൊണ്ടുവന്നു, പെന്നും കൊണ്ടുവന്നു. ഇനി എഴുതണം. കണക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? എത്രയായി? ഫസ്റ്റ് 3 + 4 7, 7 + 3 10, 10 + 4 14, 14 + 2 16 എത്തി ഈ ഓർഡറിൽ. ഇനി ദിനേശ് ഭായ്ക്ക് ഭയങ്കര സന്തോഷം. ഇനി ഭക്തന്മാരിന് എന്തൊക്കെയാ റിക്വയർമെന്റ് ഉള്ളത് അത് നിങ്ങൾ അത് എഴുതുന്ന പണിയാണ്. ആദ്യം വരുന്ന ഈ മെയിൻ ഭക്തൻ കഴിഞ്ഞിട്ട് ബാക്കിൽ ആ സ്ത്രീന്റെ കുട്ടിയാണ് നിൽക്കുന്നത്. കുട്ടിക്ക് എന്താ ആവശ്യം? ഐസ്ക്രീമാ ചോക്ലേറ്റാ? ഐസ്ക്രീമും ചോക്ലേറ്റ് ഒക്കെ അമ്മ അച്ഛൻ വാങ്ങിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ കാലം ഡോളൊക്കെ രാക്കിട്ടിങ്ങനെ നിങ്ങളുടെ ചെറുപ്പക്കാലത്താണ്. നിങ്ങളൊക്കെയാണ് ഭഗവാന്റെ അടുത്ത് പോയിട്ട് റിനീഷ് ഭായിന്റെ അടുത്ത് പറഞ്ഞ ഒരു ഡോൾ തരണം. ഈ ഡോൾ അച്ഛനമ്മയൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റിൽ തരുന്നുണ്ടല്ലോ. വരട്ടെ. ആരാ പറഞ്ഞ്? ശീലാവിനൊന്ന് കൈയടിച്ചാട്ടെ. എന്റെ അമ്മേ, അച്ഛനും എന്ത് പറഞ്ഞാലും ഈ മകനെ മൊബൈൽ വാങ്ങിച്ചു തരുന്നില്ല. ഈ മൊബൈൽ ചോട്ട മൊബൈലാണ്, കുട്ടിക്ക് വേണ്ടത് ഐഫോൺ ആണ്. അപ്പം
ഫസ്റ്റ് ആ കുട്ടി പറയുന്നത് ഭഗവാന്റെ അടുത്ത് മൊബൈലാണ്. ശരീർ മൊബൈൽ ഹെ, ആത്മാ ക്യാ ഹെ? റിനീഷ് ഭായ് നന്നായിട്ട് എഴുതണേ. കുറെ കുട്ടികൾ വരും, എനിക്ക് ഐഫോൺ വേണം, ഭഗവാന്റെ ഐഫോൺ വേണം. അപ്പൊ അതാണ് നെക്സ്റ്റ് എന്താ റിക്വയർമെന്റ്? അപ്പൊ നെക്സ്റ്റ് അവർ എഴുതുവാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് मेरा घर बहुत अच्छा चाहिए. शरीर क्या है? मकान है. आत्मा क्या है? മാലിക്. കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലോ, വീട് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യണം. മൂന്നാമത്തെ എന്താ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്? കുറച്ചത് ഓക്കെ, സ്ഥൂല ചീജ് വെച്ചിട്ട് കുറച്ച് ദേഹത്തിലേക്ക് വരണം. അപ്പൊ ഒരു സോഷ്യൽ വർക്കർ വരുവാണ്, അവർ കുറച്ച് ബേഹദ്. ശരീർ എക് സമാജ് ഹെ, ഇത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സമാജ് ഹെ, സൊസൈറ്റി. ആത്മാവ് സമാജ് സേവക് ഹെ. അപ്പൊ നിങ്ങൾ അത് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളും ഒരു ബേഹദിലേക്ക് പോവാണ്. സമാജ് സേവക് ഹെ. ശരീർ രാജ്യ ഹെ, ആത്മാ ക്യാ ഹെ? രാജ ഹെ. മൊത്തം രാജ്യം നന്നാവണം. അങ്ങനത്തെ കുറെ ആൾക്കാർ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ചില ആൾക്കാർ എന്റെ കുട്ടി, എന്റെ ഫാമിലി, എന്റെ ഇത് വെച്ചിട്ട് നടക്കുന്നുണ്ട്. ചില പേര് അമ്പലത്തിൽ പോകുന്നത് വലിയ ബേഹദായിട്ട് പോകുന്നതാണ്. ഈ മൊത്തം ലോകം നന്നാവട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ, എല്ലാവർക്കും ബുദ്ധി നന്നാവട്ടെ. ഇന്നും ബാബ മുരളി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിന്റെ ഫ്രീക്വൻസി എത്ര ബേഹദിലേക്ക് പോകുന്നത് അത്ര വിശാലമായ വൈബ്രേഷൻസ് ആണ്. ബിക്കോസ് എല്ലാം ഖേൽ വൈബ്രേഷൻസിനാണ്, എനർജി. അപ്പൊ ശിവ് ബാബ എല്ലാ ആത്മകളുടെ അച്ഛനാണ്. അപ്പൊ നിങ്ങളുടെ വൈബ്രേഷൻസ് എത്ര എലിവേറ്റഡ് ആവുന്ന അത്ര ശിവ് ബാബയുടെ അടുത്ത് ശക്തി കിട്ടും. എന്ത് വന്നാലും ശരി, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുട്ടിയൊക്കെ അതിന് ഗുണം എന്തായാലും ശരി കിട്ടും. പക്ഷെ നമ്മുടെ കുട്ടി, നമ്മുടെ ഇത് എന്ന് പറഞ്ഞാൽ തന്നാല് ആ ഒരു കണക്ഷൻ കിട്ടൂല. അതുകൊണ്ട് പീപ്പിൾ ഹു ആർ മെഡിറ്റേറ്റേഴ്സ്, അവരുടെ ലൈഫിൽ എന്തായാലും ശരി ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് തന്നെ കിട്ടും. ബിക്കോസ് ഈ ആരാണ് ഈ മെഡിറ്റേറ്റേഴ്സ്? അവർ മൊത്തം ലോകത്തിന് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ശുഭ ചിന്തന വെക്കുന്നത്. ठीक है, मोबाइल, घर, फिर नेक्स्ट इज समाज, समाज सेवक, देश. राइट, यहां तक आप पूरा पहुंच गए हो. राज्य, ആത്മാവ് രാജാവാണ്. അപ്പൊ രമേശ് ഭായി, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഫൈനൽ സ്റ്റോറിന് എൻഡിങ്ങിലേക്ക് എത്തണം. പുസ്തകം തന്നു, റീനീഷ് ഭായി എല്ലാം നോട്ടും ചെയ്തു. ഇത് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും, എവിടേക്കാ? ഞാൻ സമയം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ലാസ്റ്റ്, ശരീർ എക് താല ഹെ. താല എന്ന് പറഞ്ഞാൽ ലോക്ക്. ആത്മാവ് എന്താണ്? ചാബി. അപ്പൊ എല്ലാ പ്രോബ്ലത്തിന്റെ ഒരു മാസ്റ്റർ ചാബി മാത്രമേ ഇല്ലൂ. ചിലവർക്ക് ഇത് വേണം, ചിലവർക്ക് ഇത് വേണം, ചിലവർക്ക് എല്ലാം ഭക്തന്മാർ അവരുടെ മനസ്സനുസരിച്ച് അവർ ചോദിക്കുവാണ്. ശരീർ ഒരു ലോക്കാണ്, ആത്മാവ് അതിന്റെ മാസ്റ്റർ ചാബിയാണ്. ചാബി. അപ്പൊ ഈ ചാവിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഭക്തന്മാർക്ക്. മാസ്റ്റർ ചാവിയാണ് കൊടുക്കേണ്ടത്. ഒരു ചെറിയ 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 ചാവി എടുത്തിട്ടല്ല, ഒരു മാസ്റ്റർ ചാവി എല്ലാവർക്കും കൊടുത്തു തന്നാൽ കാര്യം തീർന്നു. അപ്പൊ ആ മാസ്റ്റർ ചാവി വെച്ചിട്ട് ഏത് താലിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ചാവിയാണ് നമ്മൾ ഭക്തന്മാർക്ക് കൊടുക്കേണ്ടത്. ठीक है, तो ശരീരം ഒരു പൂട്ടാണ്, ആത്മാവ് അതിന്റെ മാസ്റ്റർ ചാവിയാണ്. അപ്പൊ നെക്സ്റ്റ് മാസ്റ്റർ ചാവി നമ്മൾ കൊടുക്കേണ്ടി വരും. എന്താണ് അത്? പറ രമേശ് ഭായി. കുറെ നേരമല്ലേ നമ്മൾ നിങ്ങളെ പൂജിക്കാൻ തുടങ്ങിയത്. വാട്ട് ഈസ് എ മാസ്റ്റർ ചാവി? മാസ്റ്റർ ചാവി ശിവ് ബാബയാണ്. मास्टर चाबी शिव. तो शरीर एक शव है. അതുകൂടെ ശവാസൻ, നമ്മൾ യോഗയിലെ ലാസ്റ്റ് ആസൻ വരുന്ന ശവാസനാണ്. നമ്മളവിടെ ഇരിക്കുന്ന സമയത്തും നമ്മളത് ഫീൽ ചെയ്യണം. ശരീർ एक शव है, ആത്മാ क्या है? മാസ്റ്റർ ശിവ് है. ഇതാണ് ചാബി, മാസ്റ്റർ ചാബി. ഞാൻ മാസ്റ്റർ ശിവ് ഹെ. ഞാൻ ആത്മാവ് ശിവ് ബാബന്റെ കുട്ടിയാണ്. മാസ്റ്റർ ശിവ് ഹെ. ഫുൾ സ്ക്രിപ്റ്റായി. കൈ ആരടിക്കുക?
ആ 10 മണിയാവാനായേ. ആ ഇനി നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ വരണം. നിർമ്മൽ ഭായി ഓർമ്മയുണ്ടോ? ആ നമുക്ക് മെല്ലെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, വിത്രനെ കണക്ട് ചെയ്തു. ടീച്ചർക്ക് ഓർമ്മയുണ്ടോ ടീച്ചറെ? ആ അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ആയിട്ട് ചെയ്യാം. ആദ്യം റിനീഷ് ഭായി എന്താ ചെയ്യേണ്ടത്? ആ അമ്പലത്തിലേക്ക് പോകണം. അപ്പൊ ശരീർ ഏക് അമ്പലം ഹെ, ആത്മാ ഉസ്കാ ചൈതന്യ മൂർത്തി ഹെ. ഫസ്റ്റ് ആയി. സെക്കൻഡ്, ശരീർ ഒരു ദിയാണ്, ആത്മാവ് ദീപക്കാണ്. ഓക്കെ. മൂന്നാമത്തെ, ശരീർ ഒരു മോംബത്തിയാണ്, ആത്മാവ് ചൈതന്യമായ പ്രകാശമാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. യു ക്യാൻ ആഡ് ഇറ്റ്. ഞാൻ ആ ഒരു സ്ക്രിപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇതുവരെ പഠിപ്പിച്ച അറ്റ്ലീസ്റ്റ് അത് ഓർമ്മ വരട്ടെ. പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് 100 വരെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഓക്കെ, ദാറ്റ് യു ക്യാൻ ഡു. ഇപ്പൊ തൽക്കാലം ഈ സ്ക്രിപ്റ്റ് ഫൈനൽ ആവട്ടെ. ആ 3 ആയി. നാലാമത്തെ, ആ ശരീർ കാരാണ്. ഈ കാർ ആർക്കും വേണ്ടിയിട്ടാ റിനീഷ് ഭായി? ആ നിങ്ങളുടെ ഭക്തന്മാർക്ക്. എവിടുന്നൊക്കെ വരേണ്ടവര്? തിരുച്ചമ്പരയിൽ നിന്ന് വന്നോട്ടെ, ഇവിടുന്ന് വന്നോട്ടെ, കണ്ണൂരിൽ നിന്ന് വന്നോട്ടെ, എവിടുന്ന് വേണമെങ്കിൽ വന്നോട്ടെ. ശരീർ कार है, आत्मा ड्राइवर है. नेक्स्ट, शरीर एक जहाज है, आत्मा कैप्टन है. शरीर एक एरोप्लेन है, आत्मा. ഈ എയറോപ്ലെയിൻ എന്തിനാ കൊണ്ടുവരുന്ന അറിയട്ടെ? എയറോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ അശരീര അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ എയറോപ്ലെയിന്റെ അവസ്ഥയാണ്. വെറുതെ എയറോപ്ലെയിൻ അല്ല കൊണ്ടുവന്നത്. പൈലറ്റ്, എയറോപ്ലെയിൻ, റൺവേ. ഇപ്പൊ ശവാസൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ എയറോപ്ലെയിൻ മെല്ലനെ റൺവേനെ ടേക്ക് ഓഫ് ചെയ്യും. ഈ റൺവേനെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിൻഡോ സീറ്റ് താഴെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം എയർപോർട്ട് കാണാൻ പറ്റും. അപ്പൊ എൻഡിൽ അത് ഫരിഷ്ത സ്വരൂപമാകുമ്പോൾ അത് വളരെ ഈസി ആയിരിക്കും. കറക്റ്റ്. അതുകൊണ്ട് ശരീർ एरोप्लेन, आत्मा उसका पायलट है. ठीक है. नेक्स्ट, शरीर एक रथ है. रथ लेकर आओ ना, घोड़े में डायरेक्ट जंप नहीं करो. शरीर ഒരു രഥമാണ്, ആത്മാവ് രഥിയാണ്. ആയില്ലേ? 3 + 4 7 ആയി. ഇനി നെക്സ്റ്റ്, शरीर एक घोड़ा है, आत्मा घुड़सवारी है. शरीर हाथी है, आत्मा महारथी है. പിന്നെ നെക്സ്റ്റ് എന്താണ് ആയിരിക്കണം? ഘോഡ ഹാത്തിനെ എന്താ ചെയ്യേണ്ടത്? അമ്പലത്തിൽ കൊണ്ടുവന്നു. പിന്നെ എന്താ ചെയ്യേണ്ടത്? ശരീര വൃക്ഷമാണ്, ആത്മാവ് അതിന് ബീജമാണ്. ഓക്കെ, റൈറ്റ്. സോ 4 + 3 7, 7 + 3 10, 10 ആയി. നെക്സ്റ്റ്, हाँ शरीर फूल है, आत्मा उसका नेक्टर है. ओके, उसका जो वो है नेक्टर. ओके, नेक्स्ट शरीर अगरबत्ती है, आत्मा സുഗന്ധമാണ്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ശരീർ തീപ്പെട്ടിയാണ്, ആത്മാവ് അതിന് സ്റ്റിക്കാണ്. ഓക്കെ. നെക്സ്റ്റ്, ശരീർ ഡിബിയാണ്, ആത്മാവ് അതിന് ചന്ദനമാണ്. ഓക്കെ. നെക്സ്റ്റ് ആയി. മുരളിസായില്ലേ? ആ ഭക്തന്മാര് വന്നു. പിന്നെ ആദ്യം റിനീഷ് ഭായിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ശരി, റിനീഷ് ഭായിക്ക് ആദ്യം കിതാബ് കൊടുക്കണം. അപ്പോഴേ അവര് നോട്ട് ചെയ്യൂ. അപ്പൊ ശരീര കിതാബ്, आत्मा लेखक है, लिखने वाला. शरीर एक पेन है, आत्मा रिफिल है या इंक है. ओके आई. शरीर एक नेक्स्ट എന്താ വേണ്ടത് അവർക്ക്? शरीर मोबाइल है, मोबाइल मरका पड़ रहे. आत्मा सिम है. नेक्स्ट, शरीर घर है, आत्मा मालिक है. शरीर समाज है, आत्मा समाज सेवक है. शरीर राज्य है, आत्मा राजा है. शरीर राष्ट्र है, आत्मा राष्ट्रपति है. എന്ത് വേണമെങ്കിലും ആക്കിക്കോളൂ. ആയി. ഫുൾ ആയി ലിസ്റ്റ്. നെക്സ്റ്റ്, शरीर लॉक है, आत्मा चावी है. ലാസ്റ്റ് റിനീഷ് ഭായി പറയും. മാസ്റ്റർ ചാവി എന്താണ്? ശരി റിനീഷ് ഡയറക്ട്ലി ശിവ ജമ്പ് ചെയ്യാൻ പാടില്ല. ശരീർ ക്യാ ഹെ? ശരീർ ശവ ഹെ, ആത്മാ മാസ്റ്റർ ശിവ് ഹെ. മാസ്റ്റർ ആണ്, ശിവ് ബാബ മുകളിലാണ്. മാസ്റ്റർ ശിവ്. സോ ദിസ് ഈസ് ദ റൂട്ട്. മനസ്സിലായോ? അപ്പൊ ഇനി 2 മിനിറ്റ് സൈലൻസിൽ ഇരിക്കാം. 2 മിനിറ്റ് ഈ സൈലൻസിൽ ഫുൾ ഈ റൂട്ട് മാപ്പിലേക്ക് പോകണം. കുട്ടിക്ക് ഫുള്ള് ഓർമ്മയുണ്ടോ? ഇവിടെ വന്നാട്ടെ. കുട്ടീൻ്റെ പേരെന്താണ്? എന്താ പേര്? വിനയശ്രീ. ബാ
വിനീഷ് സ്റ്റുഡൻ്റ് ആണ്. ഇനി ഈ കുട്ടിക്ക് എത്ര ഓർമ്മയുണ്ട് നമുക്ക് നോക്കാം. ഒന്ന് കൈയടിച്ചാട്ടെ വിനീഷ്. ആ പറ, ഓർമ്മ ഉണ്ടാവോ? ആ ചെയർ വേണോ? ആ ആ ചെയർ കൊടുത്തു. അപ്പൊ സുഖമായിട്ട് ഇരിക്കല്ലേ. ആ യൂട്യൂബ് ഒന്ന് ഇവിടെ വെക്ക്. യൂട്യൂബിൽ വരുവേ കുട്ടി. ആ വെരി ഗുഡ്. വളരെ കോൺഫിഡൻ്റ് ആണ് കുട്ടിക്ക്, യാതൊരു പേടിയില്ല. ആ ആ പറ കുട്ടി, ആദ്യം എന്താണ്? ആ അമ്പലാണ്. വെരി ഗുഡ്. ആ അമ്പലം കഴിഞ്ഞിട്ട് എന്താ വേണ്ടേ? ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ, പേടിക്കണ്ട. ഇത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. ആ പറഞ്ഞോളൂ. ആ ആ അത് പറയേണ്ട ആവശ്യമില്ല. മീൻ 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 പറഞ്ഞാൽ മതി. ആ ആ ആ വെരി ഗുഡ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ശുഭാവന കൊടുത്താൽ മതി. ആ ആ വിളക്കാണ് ആത്മാവ്. ആ വിളക്ക് പറഞ്ഞാൽ മതി, നമ്മൾ ദീപമാക്കിക്കൊള്ളാം. ആ നെക്സ്റ്റ്. ആ കാൻഡിൽ. ആത്മാവ് പ്രകാശമാണ്. നെക്സ്റ്റ് നെക്സ്റ്റ് എന്ത് ചെയ്തു? ആ വെരി ഗുഡ്. അപ്പൊ നല്ല ഓർമ്മയുണ്ടല്ലോ, കൈയ്യെടുത്തത്. ആ വെരി ഗുഡ് വെരി ഗുഡ്. ആ ശരി, കാറാണ്. ആത്മാവ് ഡ്രൈവറാണ്. നെക്സ്റ്റ്. ഭക്തന്മാർ ഈ കാറിൽ വന്നു, ചില ഭക്തന്മാർ ഇതിലെ വരുന്നത്. ആ ആ ഡയറക്റ്റ് രഥത്തിൽ ജമ്പ് ചെയ്തു. അതിനു മുമ്പ് രണ്ടെണ്ണം ഉണ്ട്. എയറോപ്ലെയിൻ ഉണ്ട്, പിന്നെ കപ്പലും ഉണ്ട്. ആ ഓക്കെ ശരി. രഥ ആത്മാവ് എന്താണ്? രഥിയാണ്. ആ ഇനി രഥം കഴിഞ്ഞിട്ട് രഥത്തിന് എവിടെയാണ് നമ്മൾ? ആ രഥം ആരാണ് വലിക്കുന്നത്? ആ അത് ഹിന്ദി ആയതുകൊണ്ട് അത്ര പിടികിട്ടുന്നില്ല. ആ എന്താണ്? ശരീരം കുതിരാണ്. ആ ആത്മാവ് ടീക്ക ബാദ്മേ ദേഖെംഗെ. നെക്സ്റ്റ് ശരീരം എന്താണ്? ആ ആനാണ്. നിങ്ങൾ സൈലൻസ്. അവരൊന്ന് കുറച്ച് വർക്ക് ചെയ്യട്ടെ. ആ അവിടെ ഒന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇവിടത്തേക്ക് നിങ്ങൾ കൊണ്ടുവരും, പിന്നെയാണ് നിങ്ങളുടെ പെർഫോമൻസ് ഞാൻ കാണുന്നത്. അവിടെ ഇരുന്ന് ആർക്ക് വേണമെങ്കിലും പറയാം, പക്ഷെ ഇവിടെ ഇരുന്നിട്ട് പറയുമ്പോൾ എല്ലാം ബ്ലാക്ക് ഔട്ട് ആവും. അതൊരു വലിയ ചാലഞ്ചാണ്. ആ നെക്സ്റ്റ്. പിന്നെ നെക്സ്റ്റ് കുതിരയായി, പിന്നെ ആനയായി. നെക്സ്റ്റ്. ഈ ആനനെ കുതിരനെ എന്താ ചെയ്തത്? ആ കെട്ടിവെച്ചു. ഏതിലാ കെട്ടിവെച്ച്? ആ വെരി ഗുഡ്, ഓർമ്മയുണ്ടല്ലോ. ശരീരം ഒരു വൃക്ഷമാണ്, ആത്മാവ് അതിന് ബീജമാണ്. നെക്സ്റ്റ് എന്ത് ചെയ്തു? ആ ആ നെക്സ്റ്റ് വെരി ഗുഡ്. ആ അതിൽ എന്തൊക്കെയാ, പ്ലേറ്റിൽ എന്തൊക്കെയാ ഉള്ളത് കുട്ടി? വെരി ഗുഡ്. പൂ. നെക്സ്റ്റ്. പൂനെ ഒരുമിച്ച് എന്താ ഉള്ളത്? ആ ആ ചന്ദനത്തിരി. വെരി ഗുഡ്. അതിന് വെരി ഗുഡ്. അത് വേർഡ് കിട്ടുന്നില്ല, പക്ഷെ മനസ്സ് കാണുന്നുണ്ട്. പക്ഷെ അത് ആ ചന്ദനത്തിരി. നെക്സ്റ്റ്. ചന്ദനത്തിരിന് എന്താ ചെയ്യ? കത്തിക്കണം. കത്തിക്കാൻ വേണ്ടിട്ട് എന്താ വേണ്ടേ? ആ വേണ്ടി ഗുഡ്, തീപ്പെട്ടിയായി. നെക്സ്റ്റ്. തിലകം വെക്കണ്ടേ? ആ ഡിബി. ആ തിലകം. ഓക്കെ അതായി. പിന്നെ നെക്സ്റ്റ്. ആ ബുക്ക്. എൻ്റെ അമ്മ, റിനീഷ് ഭായിക്ക് ഭയങ്കര സന്തോഷം. ബുക്ക് കിട്ടിയ റിനീഷ് ഭായിക്ക് സന്തോഷമായി. ഇത് നമുക്ക് ഓർക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ബുക്ക് കൊടുത്തു റിനീഷ് ഭായിക്ക്. ആ പിന്നെ എൻ്റെ അമ്മ, സൂപ്പർ മെമ്മറി ആണല്ലോ. വെരി ഗുഡ്. ആ പിന്നെ ആ ബുക്കിൽ എന്താ എഴുതണ്ടേ റിനീഷ് ഭായി? ആ എന്താ പറയുന്നത്? ആ ഐഫോൺ വേണം. ഫോൺ മാത്രം പറഞ്ഞാൽ പോരാ, ഐഫോൺ പറയണം. ആ ഐഫോൺ. ശരി, ഫോണായി. നെക്സ്റ്റ്. ആ ഫോണും സിമ്മായി. വീട് 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 വീടായി. പിന്നെ നെക്സ്റ്റ്. ആ സമാജ് സേവക് വന്നു. പിന്നെ ശരീരം രാജ്യമാണ്, ശരീരം രാഷ്ട്രമാണ്, അതൊക്കെ പറയാം. നെക്സ്റ്റ് ലാസ്റ്റ് എന്തായി? ലോക്ക്. വെരി ഗുഡ്. ആ ചാവി. ശരീരം एक लॉक है, आत्मा चाबी है. ആ ഇനിയിപ്പോ മാസ്റ്റർ ചാബി എന്താണ് അത് പറ. ശരീരം എന്താണ്? ശവമാണ്. ആത്മാവ്? ആത്മാവ് മാസ്റ്റർ ഷെവ് ആണ്. ഒന്ന് കൈ അടിച്ചാട്ടെ. ആ എൻ്റെ അമ്മ, പോയിക്കോളൂ പോയിക്കോളൂ. കുട്ടി നാളെ രാവിലെ എണീക്കണേ. എത്ര മണിക്ക് എണീക്കും? അച്ഛനെ നോക്കല്ല, നിങ്ങൾ പറ. ഇരിക്കും ഇവിടെ. നാളെ രാവിലെ എത്ര മണിക്ക് എണീക്കും? ആ എണീച്ചോളൂ, കുഴപ്പമില്ല. ആ രാവിലെ എണീച്ചിട്ട് ഈ ഒരു ഫുൾ സ്ക്രിപ്റ്റിലേക്ക് പോകണം. ഈ ജൂൺ മാസത്തില് അവ്യക്ത ഇഷാര ഇസ് ആത്മസ്മൃതിയിലെ पूरा स्क्रिप्ट हो जाएगा. अंतर्मुखी भाव, पश्चात आत्मिक स्थिति होते, आत्मिक स्थिति का अनुभव करके अंतर्मुखी बनो.
ठीक है. So, सभी को बहुत बहुत दिल से താങ്ക്സ്. നിങ്ങൾ വളരെ സ്നേഹത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ ഇതിന് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. ठीक है, अलग सा भी स्क्रिप्ट बना सकते इधर उधर से. നമുക്ക് കഥ എവിടുന്ന് വേണമെങ്കിലും എവിടുന്നെങ്കിലും കൊണ്ടുവരാം. राइट. ओके, थैंक यू. आप सभी को थैंक्स. स्वामी अबेन को भी थैंक्स. बाबा को भी थैंक्स. ओम शांति.